أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة. صدق الله مولانا العلي العظيم. يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين. لا إله إلا الله الله لا إله إلا الله. يا شيخنا يا شيخ مدبور أتينا بابكم راجين فضلا كاملا يا سيدي سيا ولي. لا إله إلا الله الله لا إله إلا الله محمد رسول الله. عليها نحيا وعليها نموت وعليها نبعث إن شاء الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, സയ്യിദന്മാരും പണ്ഡിതന്മാരും അഹ്ലുസുന്നയുടെ ഉമറാക്കളും യുവാക്കളും സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങളും ഉമ്മമാരുമൊക്കെ നിറഞ്ഞ സഭയാണ് നമ്മുടേത്. നാം കാണാത്ത എത്രയോ ഇരട്ടി മലക്കുകളും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഈ പുണ്യസഭയുടെ ബർക്കത്തുകൊണ്ട് നമുക്കെല്ലാം ഈമാനിന് അല്ലാഹു ശക്തി നൽകുമാറാവട്ടെ. SSF സംസ്ഥാനത്തുടനീളം യൂണിറ്റ് സമ്മേളനം നടത്തുകയാണ്. പ്രിയങ്കരനായ സ്നേഹിതൻ SSFന്റെ ആധികാരിക ശബ്ദം എന്ന രീതിയിൽ ഒരു സംഘടന ഉയർത്തിപ്പിടിക്കുന്ന പ്രാസ്ഥാനികമായ ആദർശത്തിലേക്ക് അടിവരയിട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഉണർത്തിയ പ്രസംഗം ഇവിടെ നടന്നിട്ടുണ്ട്. സ്നേഹിതൻ മജീദ് അരിയല്ലൂരിനെ പോലുള്ള സുഹൃത്തുക്കൾക്കെല്ലാം അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നൽകണേ അല്ലാഹ് എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. തങ്ങളുപ്പാപ്പ ഈ വേദിയിലേക്ക് വരും. അതുവരെ ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ്. തങ്ങളുപ്പാപ്പ വന്ന ശേഷം അവാർഡ് ദാനങ്ങളും നമുക്ക് നസീഹത്തും ദിക്റും ദുആഉമൊക്കെ നടക്കും. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹു അല്ലാഹ്. ആ പേര് കേട്ടുകൊണ്ട് ജനിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി. ആ പേരുച്ചരിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് ആദ്യത്തെ മധുരത്തിന്റെ നീര് നമ്മുടെ ആമാശയത്തിലെത്താൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ആ പേര് ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ മാതാവ് നമുക്ക് ആദ്യമായി മുലപ്പാൽ തന്നു. ആ തൗഹീദിന്റെ അടിസ്ഥാന നാമം ഉച്ചരിച്ചുകൊണ്ട് 24 മണിക്കൂറും നമ്മുടെ കുടുംബം നമ്മെ പോറ്റി. അങ്ങനെ അല്ലാഹു അല്ലാഹ് എന്നത് രക്തത്തിലും മാംസത്തിലും മജ്ജയിലും അലിഞ്ഞു ചേർന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അതിന്റെ വിശദീകരണമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിഷ്കളങ്കമായി ഊട്ടി ഉറപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിച്ചു. ആ ഊട്ടി ഉറപ്പിച്ചതിനെ ഒരിക്കലും തെറ്റാത്ത വിധം നമ്മുടെ ഉസ്താദുമാർ നമുക്കതിന് ആണിയിട്ടു.
അങ്ങനെയുള്ള ഒരു തൗഹീദിന്റെ വിശ്വാസികളാണ് നാമെല്ലാം. ആ വിശ്വാസം നിലനിർത്തി മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതിങ്ങനെ ഉച്ചരിച്ച് അല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, സ്വല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ അങ്ങ് ലോകത്തോട് വിട പറയാൻ സാധിച്ചാൽ ജനിച്ചപ്പോൾ കേട്ട അല്ലാഹ് എന്നതിന്റെ മഹത്വം, കുടിച്ചപ്പോൾ കിട്ടിയ ബിസ്മില്ലാ എന്നതിന്റെ ബഹുമാനം നാളെ ഖബറിലും മറ്റന്നാ മഹ്ശറിലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതെവിടെയെങ്കിലും തെറ്റിപ്പോയോ നമുക്കത് നഷ്ടപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് പഴമക്കാരായ ആളുകളൊക്കെ പരസ്പരം കണ്ടുമുട്ടി സലാം ചൊല്ലി സുഖവിവരങ്ങൾ അന്വേഷിച്ച് പിരിയുമ്പോൾ ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു പ്രായമുള്ള ആളും നമ്മോട് വിട്ടുപിരിയാറില്ല. അതെന്തിനാണ്? അല്ലാഹ് എന്ന് കേട്ട് ജനിച്ചിരിക്കുന്ന നമുക്ക്, ബിസ്മില്ലാ എന്ന് ചൊല്ലി മുലപ്പാൽ കുടിച്ചിരിക്കുന്ന നമുക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വേണം ഇവിടുന്ന് അവസാനിക്കാൻ. അതിനുവേണ്ടിയാണ് പഴമക്കാർ പറഞ്ഞത് ആഖിബത്ത് നന്നാകാൻ ദ്വാർക്കണട്ടോ. എന്താ ഈ ആഖിബത്ത് നന്നാകുക എന്ന് പറഞ്ഞാൽ? പണ്ട് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഈ കടലമണി ഇങ്ങനെ വറുത്ത് വിൽക്കണ ചെങ്ങായിന്റെ അടുത്ത് നിന്ന് നമ്മൾ ₹1 കടല വാങ്ങി. ആ കടല വാങ്ങിയാൽ കടലമണി ഇങ്ങനെ കൊറിക്കലാണ്, കടല തിന്നലല്ല അല്ലേ? കടലമണി ഇങ്ങനെ കൊറിക്കലാണ്. ആദാബു അക്കലിൽ ഹിമ്മസിയായിക്കുല വാഹിദത്തം മുത്തറത്തിലാണ്. കടലമണി ഇങ്ങനെ ഓരോന്ന് തൊള്ളേക്കിടില്ല. നാളൊരു ചങ്ങായി കടല ₹5 വാങ്ങിക്കാണ്ട് ഒന്നിങ്ങനെ ഓനെന്നാ പൊറാട്ട വാങ്ങി തിന്നാ പോരെ. കടലമണി തിന്നലത് ഓരോന്ന് കടലമണി കൊറിക്കല. അപ്പൊ നമ്മൾ പണ്ട് കടല വാങ്ങിയാൽ ഉടൻ എന്ത് ചെയ്യും? ഒരു 4 മണി കടലക്ക, നല്ല 4 മണി കടലക്ക എടുത്തു വെക്കും. എന്തിന്? അവസാനം തൊള്ള നന്നാക്കാൻ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അങ്ങനെയല്ലേ നമ്മൾ? അതാ പഴമക്കാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഒരു 4 മണി കടലക്ക വാങ്ങിയോടുമ്പോ എടുത്തു വെക്കും. എന്തിന്? അവസാനം അത് തിന്നുങ്ങ തൊള്ള നന്നാക്കാന്നാ പറയാ. അതെന്താ കാരണം? നമ്മൾ ഈ കടല ഇങ്ങനെ തിന്നുമ്പോഴേ അവസാനം തിന്ന 4 മണി ചുവച്ചും കൊണ്ടാണെങ്കിൽ അതുവരെ ചിഞ്ഞയൊക്കെ ചുവച്ചും കൊണ്ടേക്കാണ്. അതേ സമയത്ത് അവസാനം തിന്ന കടലമണി നല്ല രസമുള്ളതാണെങ്കിൽ അതുവരെ തിന്നതൊക്കെ എന്തായിരിക്കും? ആ കടലയുടെ രുചി ഇങ്ങനെ വായിൽ നിലനിൽക്കും. ആഖിബത്ത് നന്നാകണ കണ്ടങ്ങൾ അതാ. നമ്മളെ ഹമ്രുത്താത്താന്റെ കള്ളും കച്ചവടം കല്ലുവാതിക്കല്, അതിൽ വിഷമദ്യം കഴിച്ചിട്ട് 40 ആള് ചത്തതിങ്ങനെ ഒന്നായിട്ട് മയ്യത്ത് അടുക്കി വെച്ചു. ആ കൂട്ടത്തിൽ ഒരാളെ പേരെന്താന്നല്ലോ? ഇബ്രാഹിം ഹാജി. ആഖിബത്ത് മോശമായി മരിക്കുന്ന രീതി കണ്ടങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് പഴമക്കാരി എപ്പോഴും നമ്മളോട് പറയുന്നത്, ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദ്വാർക്കണട്ടോ. അതാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിന് മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഇരിക്കുകയാണ്. അള്ളാഹുവിന് മുമ്പിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ആരാ? ഏറ്റവും വലിയ നബിയാണ്. അള്ളാഹു തആല അപൂർവമായ അറിവുകൾ നൽകി ആദരിച്ചിരിക്കുന്ന ആളാ. ബഹുമാനപ്പെട്ടവർ പാതിരാവിന്റെ കൂരിരുട്ടിലും നട്ടുച്ച സമയത്ത് സൂര്യന്റെ വെളിച്ചത്തിലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിന് മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഇരുന്നുകൊണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഇങ്ങനെ എന്ന് ഏങ്ങി കരയുന്നത് പോലെ യൂസുഫ് നബി അലൈഹിസ്സലാം വിങ്ങി പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്നത്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, അള്ളാഹുവേ എനിക്ക് നീ രാജാധികാരം തന്നിട്ടുണ്ട്. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, അപൂർവമായ വിജ്ഞാനം നൽകി എന്നെ നീ ആദരിച്ചിട്ടുണ്ട്. അന്ത വലിയ്യി ഫിദ്ദുന്യാ വൽ ആഖിറ, ഈ ഐഹിക ജീവിതത്തിലും പാരത്രിക ലോകത്തും എന്റെ രക്ഷാധികാരി നീ മാത്രമാണ് റബ്ബേ. ഈ പദവികളൊക്കെ എനിക്കുണ്ടെങ്കിലും എന്റെ മനസ്സിന് സമാധാനമില്ല, എന്റെ മനസ്സിന് ആശ്വാസമായിട്ടില്ല, എന്റെ കൽബിന്റെ ബേജാറ് തീർന്നിട്ടില്ല. എനിക്ക് നിന്നോട് അപേക്ഷിക്കാനുള്ളത് തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചവനെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്.
തവഫനി മുസ്ലിമാ, മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ നീ എനിക്ക് നൽകിയിരിക്കുന്ന ആദരവും ബഹുമാനവും ഔദ്യോഗികതയും സ്ഥാനമാനങ്ങളും ഇതൊക്കെ നിന്റെ അടുക്കൽ വരുമ്പോൾ ഫലപ്പെടണമെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുമ്പോ മുസ്ലിമായിട്ട് വരണ്ടേ? നാളെ ആഖിറത്തിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ പടച്ച റബ്ബേ, നിന്റെ ഇഷ്ടദാസന്മാര് നിൽക്കുന്ന ക്യൂവിൽ എനിക്കും നിൽക്കണ്ടേ? അതുകൊണ്ട് തവഫനി മുസ്ലിമാ, ആഖിബത്ത് നന്നാക്കി തരണം റബ്ബേ, വഅൽഹഖനി ബിസ്വാലിഹീൻ, നന്നായവരെ കൂട്ടത്തിൽ ചേർത്ത് തരണേ. നമ്മൾ ഓർക്കണം, ഉടമസ്ഥനായ റബ്ബ് അല്ലാ എന്ന് കേട്ട് ജനിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകിയപ്പോൾ അതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം, അതിന്റെ ആദരവ് കാത്തു സൂക്ഷിക്കണം. അത് കാത്തു സൂക്ഷിക്കാൻ മഹാന്മാരായ പൂർവികർ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞ ഈമാന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട 24 കാരറ്റ് തങ്കമായ ദിക്റുകൾ അത് തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ച് ബഹുമാനപ്പെട്ടവർ തന്റെ ജീവിതത്തിലുടനീളം അത് നിലനിർത്തി. ആ നിലനിർത്തിയിരിക്കുന്ന ദിക്റ് ബഹുമാനപ്പെട്ടവർ വിജനമായ സ്ഥലത്തിങ്ങനെ ഇരുന്നിട്ട് ഹൽവത്തിലിരുന്നു കൊണ്ട് ദിക്റങ്ങനെ ചൊല്ലി 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 അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ചു. ആ ദിക്റുകളിൽ എന്തൊക്കെയുണ്ട്? തഹ്ലീലുണ്ട്, അതിൽ തസ്ബീഹുണ്ട്, അതിൽ തക്ബീറുണ്ട്, അതിൽ തഹ്മീദുണ്ട്, അതിൽ അസ്മാഉൽ ഹുസ്നയുണ്ട്, അതിൽ ഹൗക്കലത്തുണ്ട്, അതിലെല്ലാ ദിക്റിന്റെ പ്രധാനപ്പെട്ടതുമുണ്ട്. ലോക മുസ്ലിങ്ങൾക്കുള്ള പ്രാർത്ഥന അതിൽ അടങ്ങിയിട്ടുണ്ട്. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ, സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ, ഇങ്ങനെ എല്ലാം അടങ്ങിയിരിക്കുന്ന ആ ദുആ ഇങ്ങനെ ആ ദിക്ർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി അതിലങ്ങ് ലയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പടച്ച റബ്ബിനെ നേരിലങ്ങ് വിളിച്ചു. യാദൽ ജലാലി വല്ലിക്റാം, യാദൽ ജലാലി വല്ലിക്റാം, യാദൽ ജലാലി വല്ലിക്റാം. ആ വിളിയങ്ങ് അള്ളാഹുവിന്റെ അർശിലങ്ങ് മുട്ടുന്ന ആ രൂപത്തിലങ്ങ് വിളിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു അശരീരി, ബഹുമാനപ്പെട്ടവരെ ചുറ്റുഭാഗത്തൊരു അശരീരി. എന്താണ് കേൾക്കുന്നത്? ഓ അബ്ദല്ലാ, നിങ്ങളെ ആവശ്യം എന്താണെങ്കിൽ പറഞ്ഞോളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന് മുമ്പിൽ വെച്ചതെന്താണ്? അമിത്നി അലാ ദീനിൽ ഇസ്ലാം, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാ എന്ന് കേട്ട് ജനിച്ചാൽ പോരാ, അല്ലാ എന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ പോരാ, അല്ലാ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മരിക്കാനും കൂടി കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അടിത്തറയിൽ നാം നിൽക്കുമ്പോൾ ഇന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ആളുകൾ മുസ്ലിങ്ങൾ പല വിഭാഗമാണ്. സുന്നികൾ, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, തബ്ലീഗ്, ചേകനൂരി, ഇങ്ങനെ എല്ലാത്തിനെയും ഒരുമിച്ച് ഇങ്ങനെയാണ് എണ്ണുക. ആ എണ്ണണ കൂട്ടത്തിൽ സുന്നി എന്നതിനെ എണ്ണുന്നത് ഏതുപോലെ? ചേകനൂരി പോലെ. സുന്നി എന്നതിനെ എണ്ണുന്നത് ഏതുപോലെ? ജമാഅത്തെ ഇസ്ലാം. ഇതിനെ ഒന്നിച്ച് മുസ്ലിമീങ്ങൾ പല വിഭാഗമാണ്. അതിലൊരു വിഭാഗം സുന്നി, കുറച്ചാൾ സുന്നി അയച്ച്, കുറച്ചാൾ മുജാഹിദ് അയച്ച്, കുറച്ചാൾ ഖാദിയ. അങ്ങനെ എണ്ണേണ്ട ഒരു സംഗതിയല്ല സുന്നി എന്നത്. കോടതിയിൽ വന്നിരിക്കുന്ന വാദിയും പ്രതിയും, വാദിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? അദ്ദേഹത്തിന്റെ കയ്യിൽ അടിയാധാരമുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ പട്ടയമുണ്ട്, അടിയാധാരമുണ്ട്, ആധാരമുണ്ട്, നികുതി ഷീറ്റുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ റെക്കോർഡുകളുമുണ്ട്. അപ്പുറത്ത് ഈ സ്വത്ത് അനധികൃതമായി കൈവശപ്പെടുത്താൻ വന്നിരിക്കുന്ന പ്രതിയുടെ കയ്യിൽ എന്താ ഉള്ളത്? കേവലം ഒരു ഫോട്ടോ കോപ്പി മാത്രമാണുള്ളത്. ഈ വാദിയെയും പ്രതിയെയും ഒരുപോലെ കാണാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഖാദിയാനി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അവാന്തര വിഭാഗങ്ങളുണ്ട്. അതൊക്കെ ഓരോരോ സ്ഥാപക നേതാക്കളെ പേരിൽ അറിയപ്പെടുന്ന മതമാണ്. ഇസ്ലാമിനൊരു സ്ഥാപക നേതാവില്ല, അതിന്റെ ഉടമസ്ഥൻ അല്ലാഹു. അല്ലാഹു നൽകിയിരിക്കുന്ന ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹു ജനങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ടാണ് ഖുർആന്റെ തുടക്കം ബിസ്മില്ലാഹ്
അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്? മിനൽ ജിന്നത്തി വന്നാസ്, അന്നാസ് മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. അള്ളാഹുവിൽ നിന്ന് ജനങ്ങളിലേക്ക്, അതാണ് ഇതിന്റെ സൂചന. ഉടമസ്ഥനിൽ നിന്ന് അടിമകളിലേക്ക്. അല്ലാഹ് എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുന്നതിനിടക്ക് ഖുർആനിൽ 600 സ്ഥലങ്ങളിലാണ് മനുഷ്യൻ എന്ന പേര് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതിനിടക്ക് 2 സൂറത്തിനുള്ള പേര് വെച്ചത് അൽ ഇൻസാൻ, ഒരു സൂറത്തിന് പേര്, അന്നാസ് മറ്റൊരു സൂറത്തിന് പേര്. ഈ അന്നാസ് എന്ന് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ഉൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറ അല്ലാഹു തആല അത് ക്രോഡീകരിച്ചത് 6 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. 80 അക്ഷരങ്ങളാണ് ആ സൂറത്തിലുള്ളത്. 80 അക്ഷരങ്ങളും 7 ആയത്തുകളും 10 കലിമത്തുകളുമുള്ള ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്ത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യം വെച്ചിട്ടുണ്ട്. അതെന്താ? 80 അക്ഷരങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്ത് ആവർത്തനം ഒഴിവാക്കിയാൽ അതിൽ 23 ഹർഫാണ്. എന്താ ഈ അവസാനത്തെ സൂറത്തിൽ 23 ഹർഫ്? ബിസ്മില്ലാഹ് എന്ന് തുടങ്ങിയിരിക്കുന്ന ഖുർആൻ ഖുൽ അഊദു ബിറബ്ബിന്നാസിന്റെ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് അവസാനിപ്പിച്ചപ്പോഴേക്കും അതിന് അല്ലാഹു തആല എടുത്തിരിക്കുന്ന സമയം 23 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ഭരണഘടനയാണ്. ഒരു മനുഷ്യന്റെ ശൈശവവും, ഒരു മനുഷ്യന്റെ ബാല്യവും, ഒരു മനുഷ്യന്റെ യുവത്വവും, അവന്റെ നിറജീവിതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന എല്ലാറ്റിനെയും പരാമർശിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ട് നൽകിയപ്പോൾ ആ ഖുർആനിനെ ജീവിച്ച് കാണിച്ചു തന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളൊക്കെ സലാത്തിന് ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ച മാതിരി, ഓട്ടോറിക്ഷക്കാരനോട് പോകല്ലേ ചോദിച്ചു, പോണെങ്കിൽ പോകാം എന്ന മാതിരി നിങ്ങൾക്കാരും ആണെങ്കിൽ വേണമെന്നുള്ള നിലക്കൊരു സലാത്ത് ആദ്യമായിട്ട് കേൾക്കണമാതിരി മലക്കുൽ മൗത്ത് അസ്റായീൽ. അത് ശരി, പേടിപ്പിച്ചിട്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾ നന്നാവുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ അജാതി തന്നെ കുറച്ച് പറഞ്ഞോളാം. ഞാൻ ഇപ്പം ഇങ്ങനെ നമ്മളൊരു സമാധാനത്തിൽ ഇങ്ങനെയാണ് കഴിഞ്ഞു പോയിക്കോട്ടെ എഴുതി പോകുന്നതാണ്. എന്താ വേണ്ടി? നല്ല എനിക്കാണ് പിരിയല്ലേ, അള്ളാഹു ഖൈറാക്കട്ടെ. നമ്മൾ കുറച്ചൊന്ന് അടിസ്ഥാനപരമായി പഠിക്കണം. എല്ലാത്തിനും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, അതിന്റെ കൂട്ടത്തിൽ സുന്നിനിയാണ്. എന്നിട്ട് നമ്മളും അതിങ്ങനെ ഏറ്റുപാടുക. അതാണോ സുന്നി? അതാണോ ഇസ്ലാം? ഒരു ചങ്ങായി പറഞ്ഞു, ഉസ്താദേ, സുന്നിയാളെ വയല് കേൾക്കണതിനെക്കാട്ടിലും വേഗം മുജാഹിദിന്റെ പ്രസംഗം കേട്ടിട്ടാണ് ആൾക്കാർ നന്നാകണത്. അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞ. അതെന്തേന്ന് ചോദിച്ചു. ആരോഗ്യമുള്ള 2 ആളടിയില് മെല്ലിച്ച ഒരുത്തനെ കൊണ്ടേ ഇരുത്തിയാൽ എത്ര ഇരുന്നാലും ആരോഗ്യം പകരൂല. പകരോ? നിങ്ങൾ 2 ആളെ അടിയിൽ ഇപ്പൊ 30 വയല് ജോളം ഇരുന്ന് ചോദിച്ചാൽ ആരോഗ്യം കൊണ്ട് വരുമോ? പകരൂല. 2 ചോറി പിടിച്ചോന്റെ ഇടക്ക് ഒരുത്തനെ കൊണ്ടേ ഇരുത്തി നോക്കി 2 മിനിറ്റ് ആകുമ്പോഴത്തേന് ഓനും മാന്തലോടും. അപ്പൊ ഒരാൾ വിചാരിക്കാണ് ആരോഗ്യത്തിനെക്കാളും നല്ലത് ഈ ചൊറിയാണെന്ന് ചോദിച്ചാൽ ഓൻ ചൊറിഞ്ഞോട്ടെ എന്നല്ലാതെ. ഈമാനിന് ചൊറി പിടിച്ച വിഭാഗമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിന് ചൊറി പിടിച്ചതാ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈമാന്റെ ആരോഗ്യമാണ്. ഒരാള് വലിയ ഉഷാറിൽ എന്നോട് പറഞ്ഞു, മൗലവി സാഹിബ്, എന്റെ കുടുംബത്തിൽ ഞാൻ തന്നെ ഉള്ളു മുജാഹിദ്, ബാക്കിയൊക്കെ നിങ്ങളമാതിരിയുള്ള ആൾക്കാരാണ്, ഒക്കെ സുന്നികളാണ്. ഞാൻ വേഗം പറഞ്ഞു, ഈ വാക്ക് ഇക്കൊല്ലം ഞാൻ 2ാമത്തെ ആളെന്നാ കേൾക്കണത്. അതെന്തേന്ന് ചോദിച്ചു. ഞാനിതിനിടയ്ക്ക് കുഷ്ഠരോഗ ഹോസ്പിറ്റലിൽ പോയി, കോഴിക്കോട്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോയത്. അപ്പൊ ആ കുഷ്ഠരോഗ ആശുപത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ ഐറ്റങ്ങൾ മുഴുവൻ എന്താ പറഞ്ഞത്? ഉസ്താദ്, ഞങ്ങളെ കുടുംബത്തിൽ എനിക്കെന്നുള്ളൂ ഈ സോക്കാണ്, വേറെ ആർക്കും ഇങ്ങനല്ല. അവർക്കൊക്കെ കുഷ്ഠരോഗം പുറത്താണ്, മുജാഹിദ് ജമാഅത്തിനൊക്കെ കുഷ്ഠരോഗം ഉള്ളിലാണ്. ഈ കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്ന ഇവരെയും ഈമാനിന് കുഷ്ഠം പിടിച്ചിരിക്കുന്ന അവരെയും ഈമാനിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന അഹ്ലുസുന്നയെയും
ഒരു ലേഖനത്തിലെ ഒരു വരിയില്, ഒരു പ്രസംഗകന്റെ ഒറ്റത്തൊള്ളിയില് ആളുകൾ പൊതുവെ പറയുമ്പം മുസ്ലിമീങ്ങൾ പല പാർട്ടി, സുന്നി, മുജാഹിദ്, അത് കേട്ടിരിക്കേണ്ടവരാണ് നമ്മൾ. നബി മുഹമ്മദ് മുസ്തഫ ഇസ്ലാമിക തറവാട്ടിൽ അള്ളാ എന്ന് കേട്ട് ജനിച്ചിരിക്കുന്ന നാം മനസ്സിലാക്കണം. അള്ളാ എന്ന് കേട്ട് ജനിച്ചിരിക്കുന്ന നാം ഏതാണ് നമ്മുടെ തറവാട്? നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. 1,24,000 2,24,000 വരുന്ന അമ്പിയാക്കൾ ജനിച്ച ജീവിച്ച തറവാട്. ആ തറവാട്ടിലാണ് നാം ജനിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. മുത്തുനബിയുടെ ശേഷം 1,40,000 സ്വഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജബലുർ റഹ്മയുടെ താഴ്വരയിൽ നിർത്തിക്കൊണ്ട് മുത്തുനബിയുടെ പ്രഖ്യാപന പ്രസംഗം. 1,40,000 സ്വഹാബാക്കൾ ജീവിച്ച ഇസ്ലാമിക തറവാട്. മുത്തുനബിയുടെ കാലശേഷം അൽ ഖുലഫാ ഉൽ അർബഅ, മുസ്ലിം ലോകം എവിടെ വെച്ച് പേര് കേട്ടാലും അപ്പോൾ തന്നെ സിന്ദാബാദ് എന്ന് വിളിക്കും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ പേര് ലോകത്തെ എവിടെ വെച്ചാലും ഈ സിന്ദാബാദ് എന്ന് നമുക്ക് കേൾക്കാം. അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക തറവാട്. ഖുലഫാ ഉൽ അർബഅയുടെ ശേഷം അൽ അഇമ്മത്തുൽ അർബഅ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 4 അഇമ്മത്തിന് ശേഷം ലോകം കണ്ട അഗ്രേസരരായ മഹാന്മാർ അൽ അഖ്താബുൽ അർബഅ, 4 ഖുത്ബീങ്ങൾ. അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അശ്ശൈഖ് അഹ്മദുൽ കബീറുൽ റിഫായി, അശ്ശൈഖ് അഹ്മദുൽ ബദവി, അശ്ശൈഖ് ഇബ്രാഹിമുദ് ദസൂഖി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക തറവാട്. ആ തറവാട്ടിലാണ് നാം അല്ലാ എന്ന് കേട്ടുകൊണ്ട് ജനിച്ചിട്ടുള്ളത്. ആ തറവാട്ടിൽ നിന്നാണ് ബിസ്മില്ലാ എന്ന് കൂട്ടിക്കൊണ്ട് നമുക്ക് മുലപ്പാല് കിട്ടിയിട്ടുള്ളത്. ആ തറവാട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് പിരിയണം. അതാണ് ആഖിബത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പല കൊന്തറം പല്ലും ഇതിനിടയിൽ മുളച്ചു. അങ്ങനെ കൊന്തറം പല്ലുകളുണ്ടായി ഒറ്റപ്പെട്ടു പോയ ശബ്ദമാണ് അബുൽ അഅ്ല മൗദൂദിയുടെ മൗദൂദീസം, ജമാഅത്തെ ഇസ്ലാമി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 1,24,000 അമ്പിയാക്കൾ ഉണ്ടായിട്ട് ഒറ്റ നബി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ? നിങ്ങൾ എത്ര കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? ഒറ്റ നബി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ? ഒറ്റ നബിമാരും ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കണം, ആ നബി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ഇതുവരെ. 1,40,000 സ്വഹാബാക്കൾ ഉണ്ടായിട്ട് ഒറ്റ സ്വഹാബി മൗദൂദി ഉണ്ടോ? ഒറ്റ സ്വഹാബി മുജാഹിദ് ഉണ്ടോ? ആ സ്വഹാബി ഒരു മുജാഹിദാണ് നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം. കോടിക്കണക്കായ ഔലിയാക്കന്മാർ ഈ രാജ്യത്ത് ജീവിച്ചിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം അവിടെ ഒരു വലിയ വന്നിക്കണ്, അതിപ്പോ വഹാബി വലിയാണ്, വഹാബി ഔലിയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം. ഒരു വഹാബി ഔലിയാന്റെ ഏതെങ്കിലും ഒരു സ്മാരകം ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിക്കണം? ലോകത്ത് ചരിത്രത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഏറ്റവും പഴക്കമുള്ള മറ്റൊരു രാജ്യമാണ് ഈജിപ്ത്. ഏറ്റവും പഴക്കമുള്ള ചരിത്ര രാജ്യമാണ് ഇറാഖ്. ഈ രാജ്യങ്ങളിലെല്ലാം ഒന്ന് ചുറ്റി സഞ്ചരിച്ചു നോക്ക്. അല്ലാ എന്ന് വിശ്വസിക്കുന്ന കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും കുത്തുബീങ്ങളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സ്മാരകങ്ങൾ മുസ്ലിം ലോകം എല്ലാ മതവിശ്വാസികളും ഒരുപോലെ ആദരിക്കുന്ന കേന്ദ്രങ്ങളായി നിലനിൽക്കുന്ന കാഴ്ച ലോകത്ത് എവിടെ യാത്ര ചെയ്താലും നമുക്ക് കാണാൻ സാധിക്കും. പഴക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെന്ന് മാത്രമല്ല, ലോക നാഗരികതയുടെ ചരിത്രം പറയാനുള്ള എല്ലാ രാജ്യത്തും നിങ്ങൾ യാത്ര ചെയ്തു നോക്ക്. അവിടെയൊക്കെ നമുക്ക് കാണാം. ഇറാഖിലേക്ക് അങ്ങോട്ട് കടന്നാൽ എത്രയാണ് ഇറാഖിന്റെ മണ്ണിൽ അഹ്ലുസുന്നയുടെ നേതാക്കൾ
അഹ്ലുസുന്നയുടെ നേതാക്കൾ എത്രയാണ്? ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹു തന്റെ താരിഖ് ബഗ്ദാദ് 30 വാള്യമുള്ള കിതാബ. ഓരോ വാള്യവും 1000-ലധികം പേജുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അതിൽ എഴുതിയത് ബഗ്ദാദിലെ മഹാന്മാരെയാണ്, ബഗ്ദാദിലെ പണ്ഡിതന്മാരും ഔലിയാക്കളും. 30 വാള്യം എഴുതിയിട്ടും ബഗ്ദാദിലെ മഹാന്മാർ ഇനിയും ബാക്കിയാണ്. ആ ബഗ്ദാദിലൂടെ യാത്ര ചെയ്ത് നോക്കിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അഅ്ലമിയ്യ എന്ന സ്ഥലത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട റിഫാഇയ്യ എന്ന സ്ഥലത്ത് റിഫാഇ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മൈതാനിയുടെ 10 ഇരട്ടി വലിപ്പമുണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ മഖാമ് നിൽക്കുന്ന സ്ഥലം. ഈ മൈതാനിയുടെ 8 ഇരട്ടി വലിപ്പമുണ്ട് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുള്ള സ്ഥലം. ഈ മൈതാനിയുടെ 5 ഇരട്ടി വലിപ്പമുണ്ട്, അതിലധികം വലിപ്പമുണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്ന കേന്ദ്രം. അവിടെയെല്ലാം പോയി നോക്കണ്ടേ? രാപ്പകലില്ലാതെ അതിന്റെ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. രാപ്പകലില്ലാതെ ജനങ്ങൾ ഈമാന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ സിയാറത്ത് ചെയ്യുകയാണ്. ഈജിപ്തിന്റെ മണ്ണിലേക്ക് അങ്ങോട്ട് കടന്നാൽ നൈൽ നദിയുടെ തീരത്ത്, നൈൽ നദി അങ്ങേ ഭാഗം, അതിന് കരയിൽ റോഡ്, ഇങ്ങേ ഭാഗം 25 കിലോമീറ്റർ. നൈൽ നദിയുടെ തീരത്ത് ഈജിപ്ത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഖൈറോ പട്ടണത്തിൽ ജാമിഉൽ അസ്ഹർ മുതൽ അങ്ങോട്ട് 25 കിലോമീറ്റർ. ആ പ്രദേശത്തിന് മദീനത്തുൽ മൗത്ത എന്നാണ് പറയുന്നത്, മരിച്ചു കിടക്കുന്നവരുടെ പട്ടണം. ആ പട്ടണത്തിൽ ആരാ കിടക്കുന്നത്? ആ പട്ടണത്തിൽ നേതാവായി കിടക്കുന്നത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി തങ്ങളുടെ മഖാമിനോട് യോജിച്ച രീതിയിലാണ് അവിടുത്തെ മഖബറ എന്ന് കിതാബിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നേരിൽ കാണുമ്പോഴാണ് ബോധ്യപ്പെടുക. മദീന മുനവ്വറ കഴിഞ്ഞാൽ ഒരു മഖാമിൽ ചെന്നാൽ ഹൃദയം തുടിക്കുന്ന, സുബ്ഹാനല്ലാഹ്, ഈമാനിന്റെ ഗാംഭീര്യത നിറഞ്ഞു നിൽക്കുന്ന മഖാം. ആ മഖാമിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യത്തിൽ കാണാം വക്കീഅ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ്. അവിടെ ഒരു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിയാൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ഇങ്ങോട്ട് നീങ്ങിയാൽ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു. കുറച്ചിങ്ങോട്ട് വന്നാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ ഇബ്നുൽ ഹുമാമ റളിയല്ലാഹു അൻഹു. കുറച്ചങ്ങോട്ട് ചെന്നാൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. യാ റബ്ബ്, അവരുടെയൊക്കെ മധ്യത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തിന്റെ കുലപതി മുടിചൂടാമന്നനായി. അവിടുത്തെ മഖാം ഇങ്ങനെ കണ്ടാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോക മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അവിടെ എപ്പോഴും 24 മണിക്കൂറും സിയാറത്താണ്. ആ ഈജിപ്തിന്റെ മണൽ ഭൂമിയിൽ, ഈജിപ്തിന്റെ മദീനത്തുൽ മൗത്ത, ആ മരിച്ചു കിടക്കുന്നവരെ പട്ടണത്തിൽ കാണാം നമുക്ക്. ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ. കൈറോ പട്ടണം 80 കിലോമീറ്റർ ചുറ്റളവാണ്. ആ ചുറ്റളവിനുള്ളിൽ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ആ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നഫീസ ബീബി റളിയല്ലാഹു അൻഹ മഖാമിൽ കൊണ്ടുവന്ന് ജനാസ അവിടെ വെച്ച് ഒരു ഫാത്തിഹ ഓതിയിട്ടല്ലാതെ ഒരു മയ്യത്തും ഖബറിലേക്ക് കൊണ്ടുപോവുകയില്ല. എന്തേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു, എന്റെ ജനാസ നിങ്ങൾ നഫീസ ബീബിയുടെ അടുക്കൽ കൊണ്ടുപോകണം. നാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യം, സുന്നി പാരമ്പര്യം, സുന്നി, മുജാഹിദ്, ഖാദിയാനി, ജമാഅത്തെ ഇസ്ലാമി, ഇതുപോലത്തെ ഒന്ന് തന്നെയാണ് സുന്നി എന്ന് വിചാരിച്ചിരിക്കാണോ? ഇത് LDF UDF അല്ല, അങ്ങോട്ട് മാറ്റോ ഇങ്ങോട്ട് മാറ്റോ നടക്കാൻ. ഇത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഉടമസ്ഥനായ റബ്ബ് നമുക്ക് ജന്മം നൽകിയിരിക്കുന്ന ഇസ്ലാമിക തറവാട്ടിൽ അല്ലാഹ് എന്ന് കേട്ടുകൊണ്ട് ജനിച്ചിരിക്കുന്ന നാം, ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് മുലപ്പാൽ തന്നിരിക്കുന്ന നമുക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലിക്കൊണ്ട് മരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, ചെറുപ്പക്കാരെ, നല്ല പോലെ ശ്രദ്ധിച്ചോ. ഈമാൻ റാഞ്ചിയെടുക്കുന്ന പലവിധത്തിലുള്ള കള്ളന്മാരും നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരാള് 100 പവന്റെ ആഭരണമുള്ള ഒരു പെട്ടി അമാനത്ത് തന്നു. അയാൾ എപ്പോ ചോദിച്ചാലും ആ 100 പവനോടുകൂടി തിരിച്ചു കൊടുക്കണ്ടേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്തു?
100 പവന്റെ ആഭരണമുള്ള പെട്ടി നമ്മൾ സൂക്ഷിച്ചു. പക്ഷേ പെട്ടിയിൽ നിന്ന് ആഭരണം കളവ് പോയി. പണ്ടുണ്ടായിരുന്നല്ലോ മണിയറക്കള്ളൻ ഹബീബ് കോയാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തങ്ങളാന്ന് വിചാരിക്കണ്ട. ചില നാട്ടിലൊക്കെ ഉച്ചക്ക് പ്രസവിച്ച ഹുസൈൻ കോയ, അസർക്ക് പ്രസവിച്ച അസൻ കോയ, മാരിബിക്ക് പ്രസംഗിച്ച മെയ്തീൻ കോയ. അപ്പൊ ആരോ ചോദിച്ചു ഒക്കത്തൊന്ന് ഒത്തു വന്നില്ലെങ്കിലോ ചോദിച്ചു. അതാണ് വീരാങ്കോയാന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ പല നാട്ടിലും ഉണ്ടാവും. കോയാന്ന് കേൾക്കുമ്പോൾ തന്നെ തങ്ങളാന്നിട്ട് വിചാരിക്കുന്നത്. മണിയറക്കളൻ ഹബീബ് കോയ കക്കണിയിൽ ഒരു ഇഖ്ലാസുള്ള മനുഷ്യനാണ്. എന്തേ 100 പവനിൽ കുറഞ്ഞ അയാൾ കക്കലില്ല. 5ഉം 10ഉം നക്കാപ്പിച്ച കക്കാൻ നിൽക്കൂല. ഒന്ന്. രണ്ടാമത്തത്, അയാൾ കട്ടെടുത്ത മുതൽ 100 പവൻ കിട്ടിയാൽ 25 പാവപ്പെട്ട കുട്ടികളും കെട്ടിക്കാനുള്ളത്. കുടിക്കണത് കള്ളാണെങ്കിലും ബിസ്മില്ലി കുടിച്ചാൽ നല്ലത് എന്ന് പറഞ്ഞൊരാള്. അപ്പൊ നമ്മൾ എത്ര സൂക്ഷിച്ചു വെച്ചാലും ആഭരണം കട്ടുണ്ട്. നമ്മളെത്ര ആൾ 100 പവന്റെ പെട്ടി തന്നു ആഭരണം. ആ ഉടമസ്ഥൻ വന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടി തുറന്നു, ആഭരണം കാണാനില്ല. ഉടമസ്ഥന്റെ മുമ്പിലേക്ക് കാലി പെട്ടി കൊടുത്തിട്ട് നമ്മൾ പറയാണ് ആഭരണോ പോയി, പെട്ടിങ്ങൾ കൊണ്ടേക്കോളിന്നാണ്. എങ്ങനെ ഉണ്ടാവും? ചിർച്ചല്ലിയും ആ മുതൽ നിങ്ങളതാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആരാന്റെ മുതലാകുമ്പോ അപ്പൊ നമുക്ക് ചിരി വരുന്നുണ്ട്. 100 പവനാണ് പോയിട്ട് കാലി പെട്ടി തന്നാൽ ആ പെട്ടിന് വാങ്ങിയിട്ട് നമ്മളെ മുഖത്തേക്ക് എറിയുന്ന ഒരു ഊക്ക് നിങ്ങളൊന്ന് ഓർത്തു വെക്കാണ്. എങ്കിൽ നമ്മളെ ആഭരണം നമ്മൾ എവിടെ സൂക്ഷിച്ചത്? നമ്മളെ വീടിനൊരു ചുറ്റുമതിൽ, അതിനൊരു ഗേറ്റ്. ആ ഗേറ്റാണ് കടന്നാൽ നമ്മളെ വീടിന്റെ മെയിൻ ഡോറ്, അതിനൊരു വാതിൽ. അതിൻ്റെ ഉള്ളിലേക്കാണ് കടന്നാൽ പിന്നെ നമ്മളെ ബെഡ്റൂം, അതിനൊരു ഡോറ്. അതിൻ്റെ ഉള്ളിലേക്കാണ് കടന്നാൽ നമ്മളെ ചുമരുമേൽ വെച്ചിരിക്കുന്ന അലമാരി, അതിനൊരു ഡോറ്. ആ ഡോറ് തുറന്നാൽ പിന്നെ അതിന്റെ ഉള്ളിൽ വേറൊരു സെൽഫ്, അവിടെയാണ് നമ്മളിത് പാത്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് കള്ളം കൊണ്ടേ നാം മനസ്സിലായിക്കോളെ. നമ്മളെ ശരീരമാകുന്ന ഒരു പെട്ടി. ഈ പെട്ടി അള്ളാഹ് എന്തിന് പഠിച്ചതാണെന്നറിയോ? അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സൂക്ഷിക്കുന്ന പെട്ടിയാണിത്. ഈ പെട്ടി കള്ളം കൊണ്ടുപോകാതിരിക്കാൻ അള്ളാഹ് എന്താ ചെയ്തിരിക്കുന്നത്? ഈ പെട്ടിയാണെങ്കിൽ ഈ പെട്ടിക്ക് പുറത്തൊരു ചുറ്റുമതിൽ, അതാണ് നമ്മളെ തൊലി. ആ തൊലിന്റെ ഉള്ളിൽ മാംസം, അതിന്റെ ഉള്ളിൽ മജ്ജ, അതിന്റെ ഉള്ളിൽ എല്ല് തുറന്നിട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ലിവർ സാധനങ്ങൾ, മാങ്ങയും കുരുവും ഔത്തറച്ചിയും ബാക്കിയുള്ളതൊക്കെ ഓർമ്മല്ലേ? ഇതിന്റെ ഒക്കെ കൂടെ ഉള്ളിന്റെ ഉള്ളിൽ അവിടെ ഒരു ചെറിയ പാത്രം, അതേതാ? നമ്മളെ കൽബ്. ആ കൽബാകുന്ന പാത്രത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഭദ്രമായി നമ്മളെ കൽബാകുന്ന പാത്രത്തിൽ അള്ളാഹ് സൂക്ഷിച്ചിരിക്കുന്ന കലിമത്ത് തൗഹീദ് മണിയറക്കള്ളൻ ഹബീബ് പോയ ആഭരണം കട്ടുകൊണ്ടുപോയതിനേക്കാൾ അതിവിദഗ്ധമായി നമ്മുടെ കൽബിൽ നിന്ന് ഈമാനിനെ കട്ടുകൊണ്ടുപോകാനോ, ഈമാനിനെ മലിനമാക്കാനോ, ഈമാനിനെ വികൃതമാക്കാനോ, ഈമാനിനെ തുരുമ്പ് പിടിപ്പിക്കാനോ കള്ളന്മാര് വരുന്നുണ്ട്. ഈമാൻ റാഞ്ചിയെടുക്കുന്ന ഇബ്ലീസുൽ ലഈൻ, ഈമാൻ തട്ടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന പലരുമുണ്ട്. അല്ലാഹു തആല നമ്മളോട് നേരത്തെ പറഞ്ഞു കള്ളനുള്ള സ്വാധീനം. കള്ളന്മാര് സ്വാധീനങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചു നമ്മളെ പൂട്ടിന്റെ ശക്തി കൊണ്ടാണ് കള്ളന്മാര് വരാത്തതെന്ന്. വിചാരിക്കായിട്ടാണ്. കള്ളന്മാര് വിചാരിച്ചാലേ നിങ്ങളെ ഈ പൂട്ടും കാത്തു കുത്തിരിക്കാന്നാ വിചാരിച്ചത്. ഓർക്ക് നമ്മളോടുക്കുള്ള വിചാരം വരാതെക്കട്ടെ. നല്ലോണം ആമീൻ പറയേണ്ടി വരും. അല്ലാതെ നമ്മളെ പൂട്ടും കണക്കാക്കിയിട്ട് കുത്തന്നിട്ട് കാര്യമില്ല. ചാവക്കാട് ഒരു വീട്ടിൽ കാവലേർപ്പിച്ചിരുന്ന അപ്പുറം 2 ആനയാണ്. 2 ആനകളെ കാവലേർപ്പിച്ചിട്ട് പോയതാ വീട്ടുകാര്. എന്നിട്ടോ കള്ളന്മാരെന്ത് ചെയ്തു? മരത്തിന്റെ മുകളിൽ കയറി. വീട്ടുകാരൊക്കെയാണ് പോയപ്പം മേലെന്ന് വെടിവെച്ചു ആനക്ക്. മയക്ക് വെടി കൊണ്ട് ആന സുഖമായിട്ട് ഉറങ്ങി. കള്ളന്മാർ ഉള്ളിൽ കയറി ടി വി ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് അവിടെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് നല്ല എ സി ഒക്കെ ഒന്ന് ക്ലിയറാക്കി കെട്ടി എല്ലാ ആഭരണങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് റാഹത്തായിട്ട് ഒരു സുഖമായിട്ട് പോന്നു. നേരം വെളുത്ത് നോക്കുമ്പോ വരി എന്ന് നോക്കുമ്പോ ആനണ്ട് സുഖമായിട്ട് ഉറങ്ങണേ. അവത്തൊരു സാധനം കാണാനില്ല. കള്ളന്മാര് വിചാരിച്ചയച്ച മക്കളെ നമ്മളെ പെരയിലെ സാധനമൊക്കെ നിലനിൽക്കണത് അല്ല കാക്കട്ടെ. നല്ലോണം ആമ്യം പറഞ്ഞോളൂ, ഇത് അവനാന്റെ പെരയിലത്തെ കാര്യമാണ്. നിങ്ങൾ പോണെങ്കിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ നടക്കൂല. അവനാന്റെ വീട്ടിലത്തെ കാര്യമാണ്. അള്ളാഹു അതിനെ കാക്കണം റഹ്മാൻ.
അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് നമ്മൾ സൂക്ഷിച്ച മുതലിങ്ങനെ പോകണമെങ്കിൽ അള്ള പറയുന്നത് ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി, മനുഷ്യ ശരീരത്തിൽ രക്തസഞ്ചാരം നടക്കുന്നിടത്തൊക്കെ കള്ളം വരും, രക്തസഞ്ചാരം നടക്കുന്നിടത്തൊക്കെ പിശാച്ച് വരും. പിശാച്ച് നിന്റെ ഈമാനെ റാഞ്ചിയെടുക്കും. ചിലപ്പോ ഈമാൻ നഷ്ടപ്പെടുന്നത് ഒരു വാക്കുകൊണ്ടാകും, ചിലപ്പോ ഈമാൻ നഷ്ടപ്പെടുന്നത് ഒരു പ്രവൃത്തി കൊണ്ടാകും, ചിലപ്പോ ഈമാൻ നഷ്ടപ്പെടുന്നത് നിന്റെ മനസ്സിൽ വന്നിരിക്കുന്ന തെറ്റായ വിചാരം കൊണ്ടാകും. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വ്യഭിചരിക്കുന്ന ആൾ വ്യഭിചാരത്തിന് പോകുമ്പോൾ ഈമാൻ മാറി നിൽക്കും. മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രവൃത്തി കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും, വാക്കുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടും. നമ്മളെ ചിന്ത കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും. അള്ളാന്റെ റസൂലിനെ സാധാരണക്കാരനെന്ന് പറയുന്ന വഹാബിന്റെ കൂടെ കൂടിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനാണെന്ന വാക്ക് പറയുന്നതോടുകൂടെ ഈമാൻ മാറി നിൽക്കും കേട്ടോ. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതൊന്നും ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാമിനെങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും കൂടി കൂട്ടിയാണ് എണ്ണിയപ്പം ഒരു വിഭാഗം നമ്മളുമല്ല. ഈ തറവാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൊന്തറമ്പല്ലുകളായി പിരിഞ്ഞുപോയിരിക്കുന്ന പുഴുക്കുത്തുള്ള ജാതി, അവർ നമ്മുടെ ഈമാനിനെ വീണ്ടും വീണ്ടും നശിപ്പിക്കുകയാണ്. നമ്മുടെ ഈമാനിന് ശരിയായിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം രണ്ട് രൂപത്തിൽ നമുക്ക് തെളിയിക്കാം. സബീലുൽ മുഅ്മിനീൻ, സബീലുൽ മുഅ്മിനീൻ വൈറു സബീലുൽ മുഅ്മിനീൻ. നമ്മുടെ ആദർശം എന്ന് പറയുന്നത് എന്താണ്? സബീലുൽ മുഅ്മിനീൻ. അത് നമുക്ക് ഒന്നേതാ? അഹ്ലു ബൈതി കസഫീനത്തി നൂഹ് സ്വദഖ റസൂലുള്ളാഹി. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന് മുത്തുനബിയുടെ കുടുംബ പരമ്പര. ആ പരമ്പരയെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു പാരമ്പര്യം. രണ്ടാമത്തതോ ഉലമാ ഉമ്മത്തി കഅംബിയാ ബനീ ഇസ്രായേൽ. എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനത്താണ്. ഈ രണ്ട് പരമ്പരയും നമ്മുടെ മുമ്പിലുണ്ട്. ആ പാരമ്പര്യം നഷ്ടപ്പെട്ട സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ വഹാബിസം, അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായതാണ്. അത് അയാളെ പേരിലാണ് അറിയപ്പെടുന്നത്. മൗദൂദിസം, അത് അബുല്ലാ മൗദൂദിയാൽ സ്ഥാപിതമായതാണ്. അത് അയാളെ പേരിലാണ് അറിയപ്പെടുന്നത്. ചേകനൂരിസം, അത് അയാളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഖാദിയാനിസം അയാളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ബുദ്ധമതം, അത് ശ്രീബുദ്ധന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സ്ഥാപക നേതാക്കളുടെ പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒരുപോലെ എന്ന് മനസ്സിലാക്കിയാൽ ഈമാൻ എപ്പോഴോ പോയി പോകും. ഈമാൻ എപ്പോഴോ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഖേദിക്കലും കരയലും ഒക്കെ എപ്പം നടക്കണം? സമയത്ത് നടക്കണം. കേരളത്തിലുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു ഒരു ചൈനക്കാരൻ. നിശ്ചയം കഴിഞ്ഞ്, ആലോചന കഴിഞ്ഞ്, നിക്കാഹ് കഴിഞ്ഞ് ഒരു ഭാര്യ ഭർത്താക്കളായി ജീവിച്ച പെണ്ണ് ഗർഭിണിയായി. ഓള് പെറ്റ് 90 അന്ന് കുട്ടിയാണ് മരിച്ചു. കുട്ടി മരിച്ചപ്പോ ഈ പെണ്ണ് പിന്നെ കരച്ചിലോട് കരച്ചിൽ, എനിക്കിത് ആദ്യം അറിയാം, എനിക്കിത് ആദ്യം അറിയാം, എനിക്കിത് ആദ്യം അറിയാം, ഇത് പറഞ്ഞാണ്ടാ കരയണത്. അപ്പൊ 2-3 പെൺകുട്ടികൾ വെച്ച് എന്താണ് എനിക്ക് ആദ്യം അറിയണമെന്ന് ചോദിച്ചു. എന്താ എനിക്ക് ആദ്യം അറിയാം? ഇത് ചൈനന്റെ സാധനല്ലേ, അത്രല്ലേ ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. അപ്പൊ ഓക്കറിയാതെ ഇഞ്ഞുണ്ടായാലും ചൈനന്റെ തന്നെയല്ലേ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിശ്ചയം നടക്കുമ്പോ കരയേണ്ടീനും, ഇത് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് കരയേണ്ടീനും. ഇഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടുന്ന് കൊണ്ടുവരുന്നത് മുഴുവനും ഇങ്ങനെ തന്നെയാണ്. ഇത് ഗ്യാരണ്ടി ഇല്ലാത്തത് അങ്ങക്കറിയില്ലേ. അല്ലാ പടച്ചോ നമ്മളെ കാക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ പിന്നെ പോയി കരഞ്ഞിട്ട് കാര്യമില്ല. കരയേണ്ട സമയത്ത് കരയണം. നമ്മൾ അത് ചെയ്യാതെ പിന്നെ ഖേദിച്ചിട്ട് എന്താ കാര്യം? ഓർമ്മിച്ചോ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള സാദാത്യങ്ങൾ ഏകദേശം 30 പ്രമുഖ പരമ്പര അഹ്ലു ബൈത്തിന്റെ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ അധികവും ബാഅലവി സാദാത്യങ്ങളിൽ നിന്നും പിരിഞ്ഞതാണ്. ബാഅലവി സാദാത്യങ്ങളിൽ നിന്ന് പിരിഞ്ഞ ഒട്ടേറെ സാദാത്യങ്ങളുണ്ട്. ജമലുല്ലൈലി സാദാത്യങ്ങൾ, ബാഫക്കി സാദാത്യങ്ങൾ, ശിഹാബുദ്ദീൻ സാദാത്യങ്ങൾ, ഹൈദറൂസി സാദാത്യങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് സാദാത്ത് പരമ്പര ഏറെ കാണാം. അതിൽ നിന്നൊക്കെ വേറിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന മറ്റൊരു പ്രത്യേക പരമ്പരയാണ് ബുഖാരി സാദാത്യങ്ങൾ.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നാട് വഴി കേരളത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ ബുഖാരി സാദാത്യങ്ങൾ എന്ന് പറയുന്നത്. യമനിൽ നിന്ന് ഹളറമൗത്ത് തെരീമ് വഴി ഇവിടെ എത്തിയിരിക്കുന്ന സാദാത്യങ്ങളാണ് ബാഅലവി സാദാത്ത്. ആ ബാഅലവി സാദാത്ത് കുടുംബത്തിന്റെ ഓരോ പരമ്പരകളാണ് ഹൈദറൂസി എന്നും ജബലുല്ലൈലി എന്നും ഒക്കെ പറയുന്ന സാദാത്യങ്ങൾ. ഈ സാദാത്ത് പരമ്പരയിൽ ഇന്ന് ബാഫക്കി സാദാത്യങ്ങളായാലും ശിഹാബുദ്ദീൻ സാദാത്യങ്ങളായാലും ജിഫ്രി സാദാത്യങ്ങളായാലും ഒക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 36, 37 പരമ്പരയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അൻതൽ ഹുസൈനിയ്യ വൽ ഹസനിയ്യ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അമ്മയാരാ? ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. നമ്മളെ പെൺകുട്ടികളൊക്കെ ഒന്ന് പഠിക്കണം. സ്ത്രീകളുണ്ടോ വേറാക്കാൻ? ഉണ്ടോ? സംഭാവന ചോദിച്ചുമ്പോഴേ ഒരുണ്ടോ അല്ലേന്ന് അറിയുള്ളൂ. നമുക്ക് അതൊക്കെ തങ്ങൾ പാപ്പ ചോദിച്ചോളും. നമുക്കിപ്പോ അങ്ങനെ അത്യാവശ്യമുള്ള സംഗതിയൊന്നുമില്ല. ഉണ്ടോ? അള്ളാഹു നമ്മളെ കുട്ടികളെ ഈ സമ്മേളനമാണ് കടലില്ലാതെ വിജയിപ്പിക്കട്ടെ. ഓർക്ക് അത് റാഹത്തായി കിട്ടിയാൽ മതി. കുട്ടികൾക്ക് ഇഞ്ഞും ഇത് നടത്തണമെങ്കിലേ ഓർക്ക് കടലില്ലാതിരിക്കണം. കുട്ടികൾക്ക് കടലില്ലാതിരിക്കണമെങ്കിൽ നമ്മളാണ് കൊടുക്കണം, അപ്പോഴേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സംഭാവന ചോദിക്കുന്ന സമയത്ത് കീസി കഞ്ചിട്ടൊക്കെ 50 ഇല്ലെങ്കിൽ 100 കൊടുക്കാം, 100 ഇല്ലെങ്കിൽ 500 കൊടുക്കാം. അങ്ങനെയാ വേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് നമ്മൾ 50 കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് കീസി കഞ്ചിട്ട് നോക്കുമ്പോൾ ഉള്ളതൊക്കെ 100 നോട്ടാണ്. എന്നാ കൊടുക്കാതൊക്കെയല്ല 100 കൊടുക്കാൻ വേണ്ടിയത്. 50 കീസി കഞ്ചിട്ട് നോക്കുമ്പോൾ ഇല്ലാത്തപ്പോ ചില്ലറല്ലായിരുന്നു അവിടെ ഒഴിവാകലല്ല. 50 ഇല്ലെങ്കിൽ 100 കൊടുക്കാം. അപ്പോഴാണ് അള്ളാഹു തആല നമുക്ക് 50 തരാൻ വിചാരിച്ചത് 150 കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങോട്ട് കിട്ടണേനെങ്കിലും നിങ്ങൾ ആമീൻ പറഞ്ഞല്ല, നന്നാക്കി. വലിയ ഹൈറായിപ്പോയി. അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ റഹ്മത്തിന്റെ മഴ നൽകണേ റഹ്മാനെ. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാക്കല്ലേ റഹ്മാനെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ പെണ്ണുങ്ങളോട് ചോദിച്ചത്, ഇപ്പം നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ കേൾക്കണൊക്കെ ഒരു 40-35 ആകുമ്പോഴത്തേനെ പെണ്ണുങ്ങൾക്കൊക്കെ പ്രസവം നിർത്തായിട്ട് പെണ്ണുങ്ങൾ തമ്മിൽ കളിയാക്കുകയാണത്രേ. അനക്ക് ഇഞ്ഞും ഇതൊന്നും നിർത്താനായില്ലേ, പെറ്റ് കൂട്ടി തന്നെ എണ്ണി. ഇങ്ങനെ 30-35 വയസ്സാകുമ്പോഴത്തേന് ലോകത്ത് ആദ്യമായി സന്താന നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യം ചൈനയാണ്. ചൈനക്കാര് പാസാക്കി ഒരു കുട്ടിയിലധികം പ്രസവിച്ചാൽ ആ കുടുംബത്തിന് റേഷൻ കാർഡില്ല, അവർക്ക് വോട്ടാവകാശമില്ല, സർക്കാരിൽ ജോലിയില്ല. അത്ര കർശനമാക്കി. എല്ലാവർക്കും ഒറ്റ കുട്ടി. ഇപ്പോഴോ 75 കൊല്ലം പിന്നിട്ടിരിക്കുന്ന ചൈന ഇപ്പോൾ സങ്കടത്തിന്റെ കണ്ണീരിലാണ്. എന്തേ? ചൈനയിലെ ആകെ ജനസംഖ്യയിലെ 70% ഇപ്പോൾ വയസ്സന്മാരാണ്. 15% കുട്ടികൾ, ബാക്കി 15% യുവാക്കളുള്ളൂ. തീരെ യുവാക്കളില്ലാത്ത രാജ്യമായി മാറി ചൈന. ഇപ്പൊ ചൈനക്കാര് പെണ്ണുങ്ങളോട് പറഞ്ഞു ഒക്കെ 2-3 പ്രസവിക്കണം. ഒറ്റ പെണ്ണുങ്ങളും തയ്യാറില്ല. എന്തുകൊണ്ട്? അതൊരു നൂറ്റാണ്ടിന്റെ ചരിത്രമായി പോയി. ചൈനയിൽ യുവാക്കളില്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരു കൈകൊണ്ട് എടുക്കാൻ പറ്റിയതാ. ഒരു താങ്ങി പിടിച്ചേണ്ട സൈസ് ഒരു സാധനം അവിടുന്ന് വരുന്നില്ല. അവന് പിടിക്കാൻ പറ്റിയ ആള് വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മുൽ ഖൈർ ബീവിന്റെ പ്രായത്തിലാണെന്നറിയോ? എത്രാമത്തെ വയസ്സാ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കണോ ആരാണ്? മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. അവരുടെ വാപ്പ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു, അവരുടെ ഉപ്പ 13ാമത്തെ ഉപ്പാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു, 13ാമത്തെ ഉപ്പ 14 അലി റളിയല്ലാഹു അൻഹു, 15 മുഹമ്മദ് മുസ്തഫ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഉമ്മ വഴിക്ക് ഹുസൈനി തറവാട്ടിൽ മുത്തുനബിയുടെ 15ാമത്തെ കുടുംബ പരമ്പര. വാപ്പ വഴിക്കോ ഹസൻ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ വാപ്പ അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പ 12ാമത്തെ ഉപ്പാപ്പ ഹസൻ റളിയല്ലാഹു അൻഹു, 13 അലി റളിയല്ലാഹു അൻഹു, 14 മുഹമ്മദ് മുസ്തഫ. അതാണ് അൻതൽ ഹുസൈനിയ്യ വൽ ഹസനിയ്യ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഹസനി തറവാട്, ഹുസൈനി തറവാട്. ആ തറവാട്ടിലെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ മോനെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മാന്റെ വയസ്സ് 60. ആ വിവരം ഉണ്ടെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് ഗർഭം ധരിക്കുന്നത്? 60ാമത്തെ വയസ്സിൽ. ഇനി ഞാൻ വേറൊന്ന് പറയട്ടെ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പ്രസവിച്ച് മൂപ്പര് വളർന്ന് വലുതായി. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് എത്ര മക്കളാ?
കുട്ടികൾ 2 or 3? മുഹൈദ്ദീൻ ശൈഖ് തങ്ങൾക്ക് എത്ര മക്കളാ? 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും. എത്രയായി എന്ന് വെച്ചുമ്പോൾ സാക്ഷരതാ ക്ലാസ്സിൽ ജോൺ സാർ ചോദിച്ചു, ഒരു തേങ്ങക്ക് 3 റുപ്യ, അങ്ങനെയാണെങ്കിൽ 100 തേങ്ങക്ക് എന്താവും എന്ന് വെച്ചു. അപ്പൊ മുഹമ്മദ് അലി പറഞ്ഞു, അത് തേങ്ങ കാണാതെ പറയാൻ പറ്റൂല, ഇങ്ങനെ കണക്ക് പഠിച്ചിട്ട് കാര്യമില്ല. 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും. മക്കളെത്രനായി? 49 മക്കളുടെ പിതാവാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തേ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, അന ഉബാഹിബിക്കും യൗമൽ ഖിയാമ, നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ ഞാൻ അഭിമാനിക്കും. മുത്തുനബിക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന മക്കളെ തേടി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു തആല മക്കളെ അങ്ങ് കൊടുത്തില്ലേ? ഉമ്മമാർ, സഹോദരിമാരെ, നമ്മൾ അഹ്ലുസുന്നയാണ്, മുത്തുനബിയുടെ വലിയ മുഹിബ്ബീങ്ങളാണ്. പക്ഷെ ഞമ്മക്കിഷ്ടമുള്ളവർക്ക് മാത്രം മഹബത്ത് മതിയോ? ആ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കുടുംബ പരമ്പര ഇങ്ങനെ അങ്ങ് പരിശോധിച്ചാൽ റസൂലുള്ളാഹിലേക്ക് മുട്ടുകയാണ്. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പരമ്പര പരിശോധിച്ചാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ആ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവും മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുമാകുന്ന 2 കുത്തുബീങ്ങൾ നമ്മുടെ നാട്ടിൽ എവിടെ ആ പേര് പറഞ്ഞാലും സിന്ദാബാദ് എന്ന് വിളിക്കൂലേ? എന്താണ് അവർ കാണിച്ചെന്ന ദീനുൽ ഇസ്ലാമിന്റെ ഇഷ്ക് എങ്ങനെയാണ്? അടിത്തറ എങ്ങനെയാണ്? ഏതെങ്കിലും വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും സെലഫിസത്തിന്റെയും പേരിൽ വല്ല കേസറ്റും വല്ല പുസ്തകങ്ങളും വായിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരാ, ഈമാനിന്റെ അടിത്തറ എന്താണെന്നറിയോ? തഅളീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണം, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അത് വാക്കിൽ ബഹുമാനം വേണം, വിശ്വാസത്തിൽ ബഹുമാനം വേണം, പ്രവൃത്തിയിൽ ബഹുമാനം വേണം. ഓരോ പദം ചേർത്ത് പറയുമ്പോൾ അതിനോടുണ്ട്. അതാ എങ്ങനെയാലും ബഹുമാനിച്ച് വിളിക്കാവുമ്പോ, ആ സ്നേഹിച്ച് വിളിക്കുമ്പോ അമ്മാ എന്ന് വിളിച്ചാൽ അതന്നെയാണ് എന്റെ മട്ടം. ഉപ്പാ പാപ്പാ എന്ന് വിളിച്ചാൽ അതന്നെയാണ് എന്റെ മട്ടം. ഞാൻ ഡാഡിയേന്ന് വിളിക്കുന്നതിനെ കളിയാക്കല്ല. ഞമ്മളെ മറ്റേ ആ കുട്ടിനോട് ചോദിച്ചല്ലോ, എന്താണ് വാപ്പാനും ഇമ്മാനൊക്കെ വിളിക്കല്? ഡാഡി എന്നാണ്. രണ്ടാളി അതാണോ എന്ന് ചോദിച്ചു. രണ്ടാളി അങ്ങനെയല്ല, വാപ്പാന ഡാ അമ്മാന ഡി, അങ്ങനെയാണ് ഡാഡിയ. അപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മിക്കുന്നത് ഓരോന്നിനോട് ചേർത്ത് പറയുമ്പം അതിന്റെ ആ ബഹുമാനത്തോട് കൂടെ പറയണം. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഈ ഇരിക്കുന്ന അബ്ദുള്ള ഉസ്താദും ഞാനും കൂടി ഹജ്ജിന് പോയി. അന്ന് മൂപ്പര് മുമ്പ് ഹജ്ജിന് പോയിക്കാണ്, ഞാൻ ആദ്യം പോവുക. അപ്പൊ ഞാനിങ്ങനെ ഹജ്ജിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് കഅബാലയം എന്നിങ്ങനെ പറയും. അപ്പൊ അബ്ദുള്ള ഉസ്താദ് എന്നോട് പറഞ്ഞു കുറ്റം പറയും, ഏറ്റവും നല്ലത് കഅബ ഷരീഫ് എന്ന് പറയലാണ്. എനിക്കത് വല്ലാത്ത ഒരു സന്തോഷമായി തോന്നി. കഅബ ഷരീഫ്, കഅബത്തിലേക്ക് ചേർത്തുകൊണ്ട് ഇതിന്റെ ഷറഫ് വിളിച്ചറിയിച്ചുകൊണ്ട് കഅബ ഷരീഫ്. ഓരോന്നിനും അതിന്റെ ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം ചേർത്തുകൊണ്ട് പറയണം. വാക്കിൽ ബഹുമാനം വേണം, വിശ്വാസത്തിൽ വേണം, പ്രവൃത്തിയിൽ വേണം. ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരഭാഷ വേണം. ഞാൻ നിങ്ങളോട് സലാം പറയാണ്, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. മറ്റോ സലാം, അസ്സലാമു അലൈക്കും. എടോ, ആ ചെയ്യുന്ന പ്രവൃത്തിയും ആ പദത്തിന്റെ ആശയം കൂടി യോജിച്ചു വരണ്ടേ? ഓരോ സാധനത്തിനും അതിനനുസരിച്ചൊരു ബഹുമാനം ഇസ്ലാമിന്റെ അടിത്തറയാണ്. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ റിഫായി ഷെയ്ഖ് തങ്ങളെ മക്കാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വലിയ ഗേറ്റ്, ആ ഗേറ്റിലുണ്ട് മറ്റേ ആ പദ്യം എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ തലവരി? റൂഹി കുന്തു റുസുലുഹ. ഉസ്താദെ, ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ട് ചൊല്ലിയിരിക്കുന്ന ആ പദ്യം അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? തന്റെ വീടിന്റെ പരിസരത്തൊക്കെ നിറയെ വെള്ളത്തിലിങ്ങനെ പാത്രം വെച്ചിരിക്കുന്നു. വെള്ളത്തിന്റെ പാത്രം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം. എന്താണ് ആ വെള്ളം? ആർക്ക് വേണ്ടിയാണ്? അല്ലാ, ദൂരെ നിന്ന് പറന്നു വരുന്ന പക്ഷികളുണ്ട്. ആ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ അവർക്ക് ദാഹിക്കുമല്ലോ, അവർക്ക് കുടിക്കാനാണ് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷി പലപ്പോഴും എത്രയോ കിലോമീറ്റർ പറന്നു വരും. നമ്മളെ ഖലീൽ തങ്ങൾ പാപ്പാന്റെ രാജ്യമുണ്ട്, കടലുണ്ടി. ആ കടലുണ്ടി പുഴയുടെ വക്കത്തേക്ക് ഒരു കാലാവസ്ഥയിൽ പറന്നു വരുന്ന പക്ഷികൾ 19,500 കിലോമീറ്റർ പറന്ന് എത്തുന്ന പക്ഷികളുണ്ട്.
അത്ര കിലോമീറ്റർ പറക്കുന്ന പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുമ്പോ റിഫായി ശൈഖ് തങ്ങൾ പടച്ചോനേറ്റേക്ക് ദാഹിച്ചാലോ, അത് ഏറ്റേക്ക് തളർച്ച പറ്റിയാലോ, ആ പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളമെടുത്തു വെക്കുക. വൈകുന്നേര സമയത്ത് മദീനയുടെ ഭാഗത്ത് നിന്ന് പക്ഷികൾ ഇങ്ങനെ പറന്നു വരുന്ന കാഴ്ച കാണുമ്പോൾ റിഫായി ശൈഖ് തങ്ങളിങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ പക്ഷികൾ വെള്ളം കാണുമ്പോൾ ആ വെള്ളത്തിന്റെ പാത്രത്തിനടുത്ത് വന്ന് പക്ഷി ഇരിക്കുമ്പോൾ റിഫായി ശൈഖ് തങ്ങൾ അവർക്ക് എന്തൊരാദരവാണ് കൊടുക്കുന്നത്. അവർക്ക് വെള്ളം കൊടുക്കുന്ന എന്തൊരു കൗതുകത്തോടു കൂടെയാണ്, എന്തൊരു ആനന്ദത്തോടു കൂടെയാണ്. അല്ലയോ റിഫായി തങ്ങളെ, എന്തേ ഈ പക്ഷികളെ ഇത്ര സ്നേഹിക്കാൻ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ കണ്ടില്ലേ, ആ പക്ഷികൾ വരുന്നത് മദീനയുടെ ഭാഗത്ത് നിന്നല്ലേ. അവരിങ്ങനെ പറന്നു വരുമ്പോ മുത്തുനബിയുടെ പക്ഷക്കുബ്ബ അവര് കണ്ടിട്ടില്ലേ? അവരെ കണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കണ്ടല്ലേ? റൗള കണ്ടിരിക്കുന്ന കണ്ണല്ലേ അവർക്കുള്ളത്. ഈ പക്ഷികളെങ്ങാനും മദീനത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണൽത്തരി അല്ലാഹുവിന്റെ റസൂലിന്റെ ചവിട്ടടി വച്ചിരിക്കുന്ന മണൽത്തരിയല്ലേ? ആ മണൽത്തരി ഈ നാട്ടിൽ കിട്ടുമ്പോൾ അതിന്റെ റഹ്മത്ത് നമുക്ക് എത്ര വലുതാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്ലുസുന്ന വൽ ജമാഅ നമ്മൾ പഠിക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ നമ്മൾ പഠിക്കണം. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി എല്ലാം കൂടി ഒന്നിച്ചെണ്ണിയിട്ട് അതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയോ? ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ബഹുമതി കണ്ടോ നിങ്ങൾ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ മുമ്പിൽ രണ്ട് ചെവിയും കേൾവിയില്ലാത്ത ഒരാൾ വന്നു നിൽക്കുക. റിഫായി ശൈഖ് തങ്ങളാണ് വിളിച്ചാൽ അയാൾ വിളി കേൾക്കും. റിഫായി ശൈഖ് തങ്ങൾ സംസാരിച്ചാൽ അയാൾ സുഖമായിട്ട് കേൾക്കും. രണ്ട് ചെവിയും കേൾവിയില്ല. പക്ഷേ റിഫായി ശൈഖ് തങ്ങൾ സംസാരിച്ച സുഖമായിട്ട് കേൾക്കും. അത് മാത്രമാണോ? ഞാനിപ്പോ ഈ പ്രസംഗിക്കുന്ന സ്ഥാനത്ത് റിഫായി ശൈഖ് തങ്ങളാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ പ്രസംഗം ലോകം മുഴുവനും കേൾക്കും. റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വഅദ് പറഞ്ഞാൽ മതി, ലോകത്ത് മുഴുവനും ആ വഅദ് കേൾക്കും. അതാണ് റിഫായി തങ്ങളെ മാല ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വഅദ് പറഞ്ഞാൽ മതി. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ അള്ളാഹുവിന്റെ വിഷയം വെച്ചുകൊണ്ട് അള്ളാഹിന്റെ കൽപ്പന പ്രകാരം പടച്ചവന്റെ ഖലാ കൊണ്ട് റിഫായി ശൈഖ് തങ്ങൾ ഒരു നാട്ടിൽ നിന്ന് വഅദ് പറഞ്ഞാൽ ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോവർ. ലോകത്തെ മുഴുവനും അത് കേൾക്കും. റിഫായി ശൈഖ് തങ്ങളെ മുരീദുമാര് ലോകത്ത് എവിടെയുണ്ടോ അവരാര് വിചാരിക്കാണ് എനിക്കത് കേൾക്കണം, മൂപ്പര് വിചാരിക്കണം അവരെ കേൾപ്പിക്കണം, ലോകത്തെ മുഴുവനും അത് കേൾക്കും. അത് കുറച്ച് ഓവറായിപ്പോയോ? അപ്പൊ നമ്മളാ ഓവർമ നിന്നാ പോലെ അടുത്ത വരി പാടടോ, അപ്പോഴാണ് നിനക്കത് ബോധ്യപ്പെടുക. ഒരു 10 ആയത്തും 30 ഹദീസും വെച്ച് പറയേണ്ട ഒരു വിഷയം മാലയിൽ 2 വരി കൊണ്ട് കോർത്തിണക്കിയിട്ട് പഠിപ്പിക്കാണ്. ഹജ്ജൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാരുടെയവൻ കേൾപ്പിക്കും എന്നോവർ. കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കിയിട്ട് അള്ളാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, ലോക ജനങ്ങളോട് മുഴുവനും വിളിച്ചു പറഞ്ഞോളൂ. ജബൽ അബീ ഖുബൈസിന് മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി ഉറക്കെ വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യമഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അള്ളാഹു നിങ്ങൾക്കൊക്കെ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി മക്കത്തുനിന്ന് വിളിച്ചിട്ട് വെട്ടിച്ചിറ കേട്ടില്ലേ? ഇബ്രാഹിം നബി ഹജ്ജിന് വിളിച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ കരിപ്പോളിൽ കേട്ടില്ലേ? ഇബ്രാഹിം നബി ഹജ്ജിന് വിളിച്ചിട്ട് ഏതൊക്കെ നാട്ടിൽ കേട്ടു? ഉമ്മയുടെ ഗർഭാശയത്തിൽ കേട്ടില്ലേ? വാപ്പാന്റെ മുതുകിൽ കേട്ടില്ലേ? ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഹജ്ജൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാരുടെയവൻ കേൾപ്പിക്കും എന്നോവർ. എരി പാടിക്കോത്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. അഹ്ലുസുന്ന വൽ ജമാഅ പഠിക്കണം, ആദർശത്തെ മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ പൊങ്ങച്ചങ്ങാണിച്ച് ജീവിച്ചതുകൊണ്ടായില്ല. അതും ശരി ഇതും ശരി എല്ലാം ശരിയെന്ന് വിചാരിച്ചു നിൽക്കണ്ട. അള്ളാന്റെ റസൂല് അർത്ഥസംഘക്കിടമില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്, സതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് അള്ളാഹ് എന്ന് കേട്ട് ജനിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ അവര് ഭിന്നിക്കും. അലാ മില്ലത്തി വസബഈന മില്ല, 73 വിഭാഗമായി ഭിന്നിക്കും.
എന്റെ ഉമ്മത്ത് ഭിന്നിച്ചിട്ട് കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ സ്വദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിച്ചതാ. വഹാബിസം അതിവിടെ തുടക്കം വന്ന സമയത്ത് ഈ ബിദ്അത്തുകാരെല്ലാം കൂടി കൂട്ടിയാൽ 12 വിഷയത്തിലാ തർക്കമുണ്ടായിരുന്നത്. 12 വിഷയത്തിൽ. ഇന്ന് തർക്കം വ്യാപിച്ച് 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 A to Z തർക്കമില്ലാത്തൊരു വിഷയമില്ല. ഇന്ന് തർക്കം എവിടെ എത്തിയെന്ന് നിങ്ങൾ 300 ചില്ലാനും വിഷയങ്ങളിലാണ് തർക്കം നിൽക്കുന്നത്. തർക്കത്തിന്റെ രീതി എന്താ? ഒരടിസ്ഥാനവുമില്ലാത്ത തർക്കം. സാധാരണക്കാരനെ ബോധ്യപ്പെടാൻ ഞാൻ ചോദിക്കട്ടെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ ഉമ്മത്തികളായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളും ഏറെ സംഭവിക്കാൻ സാധ്യത വർദ്ധിച്ചതാണ് നമ്മൾ. ആ സാധുക്കളായ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ പടച്ച റബ്ബിന്റെ അടുക്കൽ മാപ്പപേക്ഷ വേണം. പടച്ച റബ്ബിന്റെ അടുക്കൽ നമുക്ക് തൗബ ചെയ്യണം. അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സൽക്കർമ്മങ്ങൾ വർദ്ധിച്ചു വരണം. മുത്തുനബിയുടെ ഉമ്മത്തിനോട് റഹ്മത്തായി അള്ളാഹു തആല കനിഞ്ഞേകിയതാണ് വിശുദ്ധ റമളാനു ശരീഫ്. ആ റമളാനു ശരീഫിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ റമളാനു ശരീഫിൽ നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തു തറാവീഹ്. തറാവീഹ് നിസ്കാരം ഇല്ലേ? ആ തറാവീഹ് നിസ്കാരം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എത്ര കാലമായി ലോകത്ത് നിലനിൽക്കുന്നു? പുന്നാര് നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അത് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബാക്കൾ അത് പകർത്തിവെച്ചു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പരസ്യ ജമാഅത്തിന് പഠിപ്പിച്ച സമയമായപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റമളാനു ശരീഫിൽ ഒരു രാത്രി പള്ളിയിൽ ചെന്നിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബിനോട് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. മൂപ്പര് ഉമർ ഖത്താബെ ഏത് നിസ്കാരാണ് നിസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചോ. അന്നവളെ നിസ്കരിച്ചോളിം എന്ന് പറയുമ്പോൾ മദീനത്തെ പള്ളിയിൽ 22,000 സ്വഹാബാക്കൾ മദീനത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരാരെങ്കിലും ചോദിച്ചോ ഏത് നിസ്കാരാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്ന് ഒരൊറ്റ സ്വഹാബിയും ചോദിച്ചില്ല. എന്തേ? നേരത്തെ നിസ്കരിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂല്. ആ നിസ്കാരം നിസ്കരിച്ചോ എന്ന് ഉബയ്യനോടാണ് പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബി നിന്ന മിഹ്റാബ്, സ്വല്ലൈതു മിഹ്റാബൻ നബിയിൽ മുസ്തഫ, മുത്തുനബിയുടെ മിഹ്റാബിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. അവിടേക്കാണ് കയറി നിന്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടാണ് നിസ്കരിച്ചു നിസ്കാരം. ആ നിസ്കാരം 20,000-ലധികം വരുന്ന സ്വഹാബാക്കൾ മദീനയിൽ ആ നിസ്കാരത്തിൽ മഅ്മൂമീങ്ങളായി. ആ നിസ്കാരം അന്നും 20, ഇന്നും 20. അത് മക്കത്ത് 20, മദീനത്ത് 20, ബൈത്തുൽ മുഖദ്ദസിൽ 20, ലോകത്ത് മുഴുവനും 20. ബാപ്പക്ക് തങ്ങൾ 20, പാണക്കാട് തങ്ങൾ പാപ്പ 20, സുബ്ഹാനല്ലാഹ് ചാപ്പനങ്ങാടി മൗലിയാർ പാപ്പ 20, ബീരാനോലിയ പാപ്പ 20, മമ്പുറം തങ്ങൾ 20, ബദരീങ്ങൾ 20, ഉഹദീങ്ങൾ 20, ഖന്തഖീങ്ങൾ 20, മലപ്പുറം ശുഹദാക്കൾ 20, ചേറൂർ ശുഹദാക്കൾ 20. സുബ്ഹാന ജല്ല ജലാലു ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ അജ്മീർ 20, ഏർവാടി ശുഹദാക്കൾ 20, നാഹൂർ തങ്ങൾ 20. സുബ്ഹാന ജല്ല ജലാലു എല്ലാ ലോകത്തും 20. ബഗ്ദാദിൽ 20, റിഫായി തങ്ങൾ 20. സുബ്ഹാന ജല്ല ജലാലു ഇമാം ഷാഫി തങ്ങൾ 20, അബൂ ഹനീഫ തങ്ങൾ 20, മാലിക് തങ്ങൾ 20, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ 20. 20 അതല്ലാതെ നിസ്കാരമില്ല. തറാവീഹ് എന്നൊരു നിസ്കാരമുണ്ടോ? അത് 20 ഉള്ളൂ ലോകത്ത് മുഴുവനും. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 20 നിസ്കരിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് ഓശാരമായി തരുന്നതെന്ന് ഓർക്കണം. എന്താണ് ഓശാരമായി തരുന്നത്? നമ്മളെ സ്ഥാനാർത്ഥികളൊക്കെ വോട്ടിന് നിൽക്കുന്നുണ്ട്. നിങ്ങളടുത്ത് വിവരല്ലേ? ഓരോരുത്തരും വന്ന് ചോദിക്കുന്നുണ്ട് വോട്ട് അല്ലേ? നിങ്ങളെ മനസ്സിന്റെ അംഗീകാരം, വിലയേറിയ വോട്ട് അല്ലേ? വിലയേറിയ വോട്ട് ആയിക്കോട്ടെ, വിലയേറിയ വോട്ട് കൊടുക്കും വേണം അല്ലേ? നമ്മളെ പള്ളികൾ നിലനിർത്തുന്നവര്, മദ്രസകൾ നിലനിർത്തുന്നവര്, മതസൗഹാർദ്ദം നിലനിർത്തുന്നവര്, കേരളത്തിന്റെ വഖഫ് സ്വത്ത് യഥാവിധി കൈകാര്യം ചെയ്യുന്നവര്, വഖഫ് സ്വത്ത് അനാവശ്യമായി തർക്കത്തിന് ഉപയോഗിക്കുന്നവരും,
നമ്മുടെ പള്ളികൾ പിടിച്ചടക്കുന്നവരും നമ്മുടെ മദ്രസകളിൽ കുഴപ്പമുണ്ടാക്കുന്നവരും ഇപ്പോൾ കേരളത്തിൽ 22 പള്ളികളും മദ്രസകളും പൂട്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരുമായ കക്ഷികൾക്ക് നീ വിജയം കൊടുക്കല്ലേ അല്ലാഹ്. അവിടെ പിന്നെ നമുക്ക് യാതൊന്നും നോക്കേണ്ടതില്ല, അവിടെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. അള്ളാന്റെ പള്ളി പൂട്ടിക്കുന്നവരെ, അള്ളാഹുവിന്റെ മദ്രസ നശിപ്പിക്കുന്നവരെ, അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനം പൂട്ടിക്കുന്നവരെ, അവർക്ക് വോട്ട് കൊടുത്തുകൂടാ എന്ന് പറഞ്ഞത് ദീനാണ്, അല്ലാതെ നമ്മളെ വേറെ താല്പര്യമല്ല. നമ്മളെ ദീൻ നടപ്പാക്കുന്ന നേരത്തെ നമുക്ക് നല്ല ധൈര്യം വേണം. ഒരു വഹാബി നിസ്കരിച്ചാൻ വേണ്ടി കൂടി അങ്ങനെ കണ്ടിട്ടില്ലേ? അപ്പോ നമ്മളൊപ്പം കൂടി അങ്ങനെ ഇരിക്കും, എന്നിട്ടോ ദ്വാരക്കാൻ വേണ്ടി കൈ പൊന്തിക്കുമ്പോ പ്രതിഷേധിച്ചിട്ട് അപ്പാണ് നീച്ചരവൻ. ആ എഴുന്നേൽക്കാൻ വഹാബിക്ക് ഒരു മടിയില്ല. പൊട്ടാടി സുന്നേ, അനക്കെന്താ എന്റെ സുന്നിക്ക് ഇത്ര മടി? നമ്മളെ സുന്നത്യമായിട്ട് പറയുമ്പോത്തിന് ഇവിടെ ആകെ ആകാശം പൊളിഞ്ഞോളും, അങ്ങോട്ട് ചാടട്ടെ. എല്ലാ മൂമിനീങ്ങളും ഒന്നായിട്ട് നിന്നിട്ട് ആമീൻ എന്ന് പറയുമ്പോ വഹാബി വേ നീച്ചു ഇങ്ങാണ്ട് ഒറ്റയ്ക്ക് അവിടെ കുത്തുണ്ട്. കുറച്ചോനെ ഞാനും പെണ്ണുങ്ങളും ഞാനും, എനിക്കും പെണ്ണുങ്ങൾക്കും എനിക്കും, ഓനും പെണ്ണുങ്ങൾക്കും മാത്രം. കണ്ടിട്ടില്ല നിങ്ങൾ? നമ്മളെല്ലാവരും പടച്ചോനെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, മുസ്ലിമീങ്ങൾക്ക്, മോമിനീങ്ങൾക്ക് എല്ലാവർക്കും ദ്വാരക്കാണ് ഇല്ലേ? എല്ലാവർക്കും പടച്ചോനെ മഴ കിട്ടേണ്ടത് എല്ലാ ജീവികൾക്കുമാണ്. പടച്ചോനെ ഞങ്ങൾക്ക് മഴ തരണേ. 5 വക്ത് നിസ്കരിക്കുമ്പോ നമ്മളിങ്ങനെ ദ്വാരക്കാക്കി. അമ്മ വഹാബിയാണ്, എനിക്കും പെണ്ണുങ്ങൾക്കും എനിക്കും, ഞാനും പെണ്ണുങ്ങളും ഞാനും. പടച്ചോന്റെ അടുത്ത് കയ്യുബന്ധിച്ചിനോടത്ത് വരെ ഈ സ്വാർത്ഥ താല്പര്യത്തിന്റെ ആളുകളൊപ്പം നിന്നുങ്ങാണ്ട് സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഒക്കെ ഒരുപോലെ വിചാരിച്ച് കാത്തിരിക്കുക. എന്നാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് ഓശാരമായി തരുന്നത് 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 20 ഫാത്തിഹ, പിന്നെ 20 സൂറത്ത്, 20 റുക്കൂഅ്, 40 സുജൂദ്, 10 തഹിയ്യാത്ത്. എത്ര സമ്പാദ്യം? 20 റക്അത്തിൽ എത്ര ഫാത്തിഹ ഉണ്ട്? 20 ഫാത്തിഹ. എത്ര സൂറത്തുണ്ട്? 20 സൂറത്ത് അല്ലേ? എത്ര പിന്നെ റുക്കൂഉണ്ട്? 20 റുക്കൂഉ. 20 റുക്കൂഇൽ എത്ര സുബ്ഹാൻ റബ്ബിയൽ അളീം വബിഹംദിഹി ഉണ്ട്? 20 3 എത്രയായി? 60 അല്ലേ? 40 സുജൂദിൽ 4 3 12 120. 10 അത്തഹിയ്യാത്ത് ഓതുമ്പോൾ ഒരു അത്തഹിയ്യാത്തിൽ അത്തഹിയ്യാത്തു അള്ളാന്റെ അഭിവാദ്യം ഇല്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, മുത്തുനബിയോട് 10 സലാം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് 10 സ്വലാത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ഷഹാദത്തി കലിമ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ 10 ദുആ. എന്താ ഈ സമ്പാദ്യങ്ങൾ വിചാരിച്ചത്? എന്താ സമ്പാദ്യം വിചാരിച്ചത്? ഇനി ഞാൻ പറയട്ടെ. ഒരു ഫാത്തിഹ എത്ര ആയത്താ? 7 ആയത്ത്. ഫാത്തിഹയിൽ എത്ര ഹർഫാ? 156 ഹർഫാണ് ഒരു ഫാത്തിഹ. ഒരു ഹർഫ് ഓതിയാൽ അല്ലാഹു തആല എത്ര തരും? 1ന് 10 തരും. 156 10 എത്രയായി? നിങ്ങൾ അങ്ങനെ വിടാൻ വിചാരിച്ചില്ല. 156 10 എത്രയായി? 1600. അത് റമളാനിലാകുമ്പോൾ 1ന് 70 156 70 എത്രയായി? അത് എഴുത്തിക്കാപ്പിലാകുമ്പോൾ 1ന് 70,000 അപ്പൊ എത്രയായി? അത് നിസ്കാരത്തിലാകുമ്പോൾ 1ന് എത്രയാണ്? ഒരൊറ്റ തറാവീഹ് തീരുമ്പോഴേക്ക് നമ്മളെ വോട്ട് എത്രയാ വർദ്ധിക്കണത്? എടോ LDF UDF ആരെങ്കിലും ജയിക്കോ തോൽക്കോ ചെയ്യും, ഞമ്മക്ക് ജയിക്കണ്ടേ? മീസാൻ എന്ന തുലാസൊക്കെ നമ്മളെ വോട്ട് ഇങ്ങനെ വെക്കുകയാണ്. വോട്ട് എണ്ണുമ്പം ആ വാർഡ് മറ്റോൽക്ക് ഭൂരിപക്ഷം, ഈ പഞ്ചായത്ത് മറ്റോൽക്ക് ഭൂരിപക്ഷം, ആ പഞ്ചായത്ത് മറ്റോൽക്ക് ഭൂരിപക്ഷം, ഇങ്ങനെ നമ്മൾ പറയില്ലേ? എന്നാൽ ഞമ്മക്ക് ഭൂരിപക്ഷം ഉള്ളത് മുഹറം മാസം എണ്ണിയാൽ നമുക്ക് ഭൂരിപക്ഷമല്ല, സഫർ എണ്ണിയാൽ നമുക്ക് ഭൂരിപക്ഷമല്ല, റബീഉൽ അവ്വൽ എണ്ണുമ്പോൾ നേരിയൊരു ഭൂരിപക്ഷം വരും. പിന്നെ അതൊക്കെ പരിഹരിക്കുന്നത് ഏത് എണ്ണുമ്പോഴാ? റമളാനാണ് എണ്ണുമ്പോഴാണ്. രാജഗോപാൽ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. വോട്ട് ഇങ്ങനെ എണ്ണിയപ്പം ജയിച്ചിങ്ങനെ വരിക. അപ്പോഴൊക്കെ ചാനലിൽ കയറിയിട്ട് 1-2 ആള് തുടങ്ങി. അങ്ങനെയുള്ള ചാനലിൽ കുറച്ച് അമ്മായികള് ഓല് തുടങ്ങി. അപ്പോഴാണ് ഭീമാപ്പള്ളി വൈക്കാൻ എണ്ണിയത് ആ ഓണെങ്കിലും. പിന്നെ ചാനലുകാരൊന്നും കാണാനില്ല. അപ്പൊ ഭൂരിപക്ഷം ഉള്ളിടത്താണ് എണ്ണണം. നമ്മളെ മുഹറം സഫറൊക്കെ എണ്ണീറ്റ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വന്നത്. അപ്പൊ കുറച്ച് സ്വലാത്തൊക്കെ ഉണ്ട്, മനസ്സിലായോ? പിന്നെ റമളാൻ ഇങ്ങോട്ട് എണ്ണുമ്പം എന്റെ ഉമ്മത്തിന്റെ വോട്ട് അവിടെയാണ് ഭൂരിപക്ഷം. അപ്പൊ റമളാൻ ഇങ്ങോട്ട് എണ്ണണ സമയത്ത് നോക്കിക്കോ, 20 റക്അത്ത് തറാവീഹിൽ 20 ഫാത്തിഹ,
20 ഫാത്തിഹയ്ക്ക് 156 ഹർഫ്, 156 10, 156 70, 156 70,000. ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്ത് 80 അക്ഷരമാണ്. 80 10, 80 70, 80 70,000. ഒന്ന് കണക്കൂട്ടി നോക്ക്. ശരി, ഇനി ഞാൻ പറയട്ടെ. 20 റക്അത്ത് പ്രകാരം നിസ്കരിച്ചാൽ 30 തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ എത്ര റക്അത്തായി? 30 20 എത്രയായി? അതൊക്കെ വലിയ വലിയ മുതലാളിമാരാ, മദ്രസ പഠിപ്പിച്ചോ ഇല്ല ഇവിടെ. ഓൽക്കാണ് ചെറിയ ശമ്പളം, വേഗം കണക്കൂട്ടിയാൽ കിട്ടുക ഓൽക്കാ. 20 30 ഒക്കെ ഓരോട് ചോദിച്ചാലേ വേഗം കിട്ടുള്ളൂ. അള്ളാഹു നമ്മളെ മുഅല്ലിമീങ്ങൾക്ക് നല്ല ശമ്പളം കൊടുക്കാൻ കമ്മിറ്റിക്കാർക്കും അള്ളാഹ് മനസ്സ് കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഇത് കിട്ടുള്ളൂ. അപ്പൊ ഇരിക്കട്ടെ. 20 30 20 എത്രയായി? 30 20 600 600. അള്ള നമുക്ക് ആയുസ് തന്നാല് വല്ലാതൊന്നും ആഗ്രഹിക്കണ്ട. ഒരു 70 വയസ്സ് അള്ളാഹു തരട്ടെ, അല്ലേ? ഒരു 10 വയസ്സ് കുട്ടിക്കാലായിട്ട് പോയി 60 കൊല്ലം സുന്നിയായി ജീവിച്ചാൽ 60 റമളാന് കിട്ടും. ഒരു കൊല്ലത്തെ തറാവി നിസ്കരിച്ചാൽ 600 റക്അത്ത് ഉണ്ടാകും. 60 കൊല്ലത്തെ നിസ്കാരം എത്രയായി? 60 കൊല്ലം നിസ്കരിക്കണം. ഫാത്തിഹ എത്രയുണ്ട്? 60 കൊല്ലത്തെ സൂറത്ത് എത്രയുണ്ട്? 60 കൊല്ലത്തെ റുക്കൂ എത്രയുണ്ട്? 60 കൊല്ലത്തെ സുജൂദ് എത്രയുണ്ട്? 60 കൊല്ലത്തെ അത്തഹിയാത്ത് എത്രയുണ്ട്? ഓ മുത്ത് മുഅ്മിനേ, അള്ളാഹുവിന്റെ റസൂല് എന്റെ ഉമ്മത്തികൾ മഹ്ശറ മുറ്റത്ത് വരുമ്പോൾ അവർക്കങ്ങ് സ്വർഗത്തിൽ പോകണം. സുബ്ഹാന ജല്ല ജലാലു. സിറാത്ത് പാലത്തിനടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരൊറ്റ റമളാനു ശരീഫിൽ 600 റക്അത്ത് നിസ്കരിച്ചാൽ 600 ഫാത്തിഹ ഇല്ലേ, 600 റുക്കൂ ഇല്ലേ, 1200 സുജൂദായില്ലേ? 60 വയസ്സായിരിക്കുന്ന മനുഷ്യൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 60 കൊല്ലം അയാൾ നിസ്കരിക്കുന്ന തറാവീഹ്. ആ തറാവീഹ് പ്രിയപ്പെട്ട മുഅ്മിനെ 60 കൊല്ലം 20 റക്അത്ത് പ്രകാരം നിസ്കരിച്ചാൽ നാളെ ആഖിറത്തിലേക്ക് റഖീബ് അലൈഹിസ്സലാം നമ്മളെ ബോട്ട് വെച്ചിങ്ങനെ വരികയാണ്. എത്രയപ്പത് എണ്ണാനുള്ളത്? അതിങ്ങനെ വെക്കട്ടെ, ഓരോന്നായിട്ട് ഓരോ കൊല്ലത്തെ ഓരോ ദിവസം. റമളാൻ 1-ന് 2-ന് 3-ന് 4-ന് നമ്മളെ 15-ാമത്തെ വയസ്സ്, 16-ാമത്തെ വയസ്സ്, 17-ാമത്തെ വയസ്സ്, 18-ാമത്തെ വയസ്സ്. അല്ലാഹ്, തറാവീഹ് ഇങ്ങനെ വെച്ചപ്പോ ഭൂരിപക്ഷം കിട്ടിയാണ്. ജയിച്ചിട്ടുണ്ട് സ്വർഗത്തേക്ക് ഒരു പോക്ക്. അള്ളാഹു ആവതാക്കട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ പോണ പോക്കന് മുമ്പിൽ നിൽക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ, അതിന്റെ ബേക്കലുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇമാമുനാ ശാഫിഈ, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് തുടങ്ങിയിട്ട് താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരൊക്കെ ബേക്കൽ നിന്നിട്ട് ഇങ്ങനെ പോണം. നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ചോളി. അപ്പോഴാണ് നമ്മൾ നേരത്തെ എണ്ണിയ കൂട്ടിന് വരുന്നത്. ഇത്രയും വലിയ വൻ ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിക്കാൻ നിൽക്കുമ്പോ അവിടെ കണ്ടങ്ങൾ ഒറ്റപ്പെട്ട കൊന്തറം പല്ല് വന്നു. വഹാബി എന്ന പേരിൽ, മുജാഹിദി എന്ന പേരിൽ, സലഫി എന്ന പേരിൽ, മൗദൂദി എന്ന പേരിൽ. എന്നിട്ടോ മണിയറക്കളൻ ഹബീബ് കോയന്റെ കളവിലുള്ള ഇഖ്ലാസ് ഒന്നും ഇവർക്കില്ല. ഈ 20-ന് എത്ര കട്ടത്? ഞാൻ ഓലറക്കായത്തിന്റെ എണ്ണം പഠിപ്പിച്ചാൽ വന്നതല്ല ഇവിടെ. അതിന് 12 പോയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒറ്റ ദിവസം എത്ര ഫാത്തിഹ പോയി, എത്ര സൂറത്ത് പോയി, എത്ര റുക്അ പോയി, എത്ര സുജൂദ് പോയി? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, ഒന്ന് ചിന്തിക്കണ്ടേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുന്നത്തിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കാര്യദർശിയും മഅ്ദിൻ സ്ഥാപനങ്ങളുടെ എല്ലാമായ ആത്മീയ ഗുരു സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവർകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാഹുവിനെ ദീർഘായുസ് നൽകണേ അല്ലാഹ്, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ അതിന് ചുരുങ്ങിയിട്ട് എത്രയെ നമുക്ക് നഷ്ടപ്പെട്ടത്? ഞാനൊരു നാടൻ ചോദ്യം നിങ്ങളോട് ചോദിച്ചു നിർത്തും.
നിങ്ങളെ കയ്യിൽ നിന്ന് 20 സെന്റ് ഭൂമി ഒരാൾ വാങ്ങി തിരിച്ചു തരുന്ന സമയത്ത് 8 സെന്റിനെ തെളിവുള്ളൂ എന്ന് പറഞ്ഞാൽ 12 നിങ്ങൾ വിട്ടുകൊടുക്കോ? നിങ്ങളെ കയ്യിൽ നിന്ന് ഒരാൾ 20,000 രൂപ കടം വാങ്ങി പിന്നെ ചോദിച്ചപ്പോൾ 8നെ തെളിവുള്ളൂ എന്ന് പറഞ്ഞാൽ 12,000 നിങ്ങൾ വിട്ടുകൊടുക്കോ? പെണ്ണുങ്ങളെ എങ്ങൾക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്ന 20 പവന് 8നെ തെളിവുള്ളൂ പറഞ്ഞാൽ 12 നിങ്ങൾ വിട്ടുകൊടുക്കോ? എന്തിനധികം പോണം? 20ന്റെ ഒരു നോട്ട. ആ 20ന്റെ നോട്ട് ഒരാൾ വാങ്ങിയിട്ട് തിരിച്ചു തരുമ്പോൾ 8നെ തെളിവുള്ളൂ പറഞ്ഞാൽ നിങ്ങൾ വിടുവോ? അവിടെ ഒന്നും നമുക്ക് 12 വിട്ടുകൂടാ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന് മുമ്പിൽ രക്ഷപ്പെടേണ്ട തറാവീഹ് നിസ്കാരത്തിന്റെ 12 കളവ് നടത്തിയപ്പോൾ നമുക്ക് വേദനയില്ലേ? അതുകൊണ്ട് വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കണം. ഈമാൻ നഷ്ടപ്പെടുത്തുന്ന വിഭാഗമാണ്. അള്ളാഹു കാക്കട്ടെ. ഇത് വരാതിരിക്കാൻ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി വേണം, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന മദ്രസ വേണം, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന നേതാക്കൾ വേണം. അതാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സുന്നി മർക്കസ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, സുന്നി സുന്നി സുന്നി. അതിന്റെ തറവാടാണ് മുസ്ലിം ജമാഅത്ത്. അതിന്റെ ആധികാരികതയാണ് പണ്ഡിത നേതൃത്വം. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് അവർകൾ 1000 പവനാണ് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഉസ്താദിന്റെ കൈക്ക് നൽകിയത്. 50 പവൻ കൊടുത്തിട്ട് ഉസ്താദ് നേരിട്ട് നടത്തുന്ന ബനാത്ത് ഓർഫനേജിൽ മാത്രം 1000 പവൻ കൊടുത്തുകൊണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച ഒരു പണ്ഡിതൻ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 3600 മക്കൾക്ക് ഗൾഫ് രാജ്യത്ത് അവരവരെ പഠിപ്പിച്ച് റെഡിയാക്കി ഗൾഫിൽ അയച്ചവർക്ക് ജോലി വാങ്ങിക്കൊടുത്ത ഒരാള് ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ഉസ്താദിന് പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നാമൊക്കെ ഉറച്ചു നിന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി, നമ്മുടെ ഒരു ദിവസം ഖലീൽ തങ്ങൾ പാപ്പാന്റെ 1 സെക്കൻഡാണ്. അതുകൊണ്ട് 1 സെക്കൻഡ് മൂപ്പരെ വൈകിക്കാൻ നമുക്ക് പാടില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദുആ ചെയ്യണേ. അസ്സലാം.